ഉണരു നീ വചനമേ, ഉണരു നീ നാദമായി, ഉണരു നീ വചനമേ, ഉണരു നീ ജീവനായി, ഉണരു നീ. നിറയണമേ ഇന്നുള്ളിൽ തീനാവുകളാൽ, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളാൽ, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ പോലും രണ്ടായി മാറ്റി അഭിഷേകം കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരിക്കാം. ഞാൻ എടുക്കുന്നത് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ? കുറച്ച് പേർക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ടഫാണോ? ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ, ഉണ്ടോ? ഓക്കെ ഓക്കെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നാം, പക്ഷേ ഇത് കുഴപ്പമില്ല, മാറിക്കോളും. എനിക്ക് കിട്ടുന്നതേ തരാൻ പറ്റുള്ളൂ, അവിടെ നിന്ന് കിട്ടുന്ന തരുന്നെന്ന് മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, നമ്മൾ കേട്ടു ആദത്തിൻ്റെയും ഹവ്വായുടെയും തലത്തിൽ നിന്നുകൊണ്ടാണ് വിശ്വാസത്തെ നമ്മൾ കാണുന്നത്. ഏത് വരങ്ങളും, വിശ്വാസത്തിൻ്റെ വരം, അത്ഭുത പ്രവർത്തന വരം, അത്ഭുത രോഗസൗഖ്യ വരം, അങ്ങനെ ഏത് വരങ്ങളും അതിൻ്റെ ഉൽപ്പത്തി ചരിത്രത്തെ അറിയണം. നമ്മൾ ഏത് വരങ്ങളുടെയും ഉൽപ്പത്തി ചരിത്രത്തെ അറിയണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുടെ ഉൽപ്പത്തി ചരിത്രത്തെ അറിയണം. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളുടെ ഉൽപ്പത്തി ചരിത്രത്തെ അറിയണം. ഉൽപ്പത്തി ചരിത്രത്തിൽ സകലതുമുണ്ട്. ഉൽപ്പത്തിയിലില്ലാത്തതൊന്നും സുവിശേഷത്തിലുമില്ല. ഹല്ലേലൂയ. പക്ഷേ ഉൽപ്പത്തിയിൽ മറഞ്ഞു കിടക്കുന്നു, സുവിശേഷങ്ങളിൽ അത് വെളിവായി നിൽക്കുന്നു. ഉൽപ്പത്തിയിൽ മറച്ചു വെച്ചിരുന്നതെല്ലാം സുവിശേഷത്തിൽ ക്രിസ്തു വെളിവാക്കി കാണിച്ചു തന്നു. അപ്പം അതുകൊണ്ട് ഉൽപ്പത്തി ചരിത്രത്തിൽ നിന്ന് കിട്ടുന്നതിനെ വേണം, പ്രിയമുള്ള ദൈവജനമേ, നമ്മൾ സ്വീകരിക്കാൻ. എന്തിൻ്റെയും ഉൽപ്പത്തി ചരിത്രം എടുക്കണം. നമ്മളിപ്പോൾ 1-ാം അധ്യായം കംപ്ലീറ്റ് വായിക്കുമ്പോൾ 6 ദിവസം കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, ഇതാണ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും അതിലുള്ള സമസ്ത ചരാചരങ്ങളെയും കുറിച്ചുള്ള ഉൽപ്പത്തി ചരിത്രം. 1-ാം അധ്യായം അവസാനത്തെ വാക്യം ഏതാണ്? 31-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു. അപ്പോൾ ഇത്രയുമാണ് ചരിത്രമെങ്കിൽ ഈ ചരിത്രത്തിനകത്ത് സകലതുമുണ്ട്. പക്ഷെ അത് കണ്ടെത്താൻ നമ്മുടെ കണ്ണുകൾക്ക് തുറവിയുണ്ടാവണം. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. അത് കണ്ടെത്താനുള്ള തുറവി നമ്മുടെ കണ്ണുകൾക്കുണ്ടാവണം. കാരണം ഉൽപ്പത്തിയിൽ ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ദൈവം എന്താ പറയുക, ഏദൻ തോട്ടത്തിൽ നടക്കാൻ ഇറങ്ങുന്നത് മനുഷ്യനുമായിട്ട് വീണ്ടും സംസാരിക്കുമ്പോൾ അവിടെ വിശ്വാസം നഷ്ടപ്പെട്ട മനുഷ്യനെ നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. വിശ്വാസം നഷ്ടപ്പെട്ടു. ദൈവത്തിന് മനുഷ്യനിൽ വിശ്വാസം നഷ്ടപ്പെട്ടപ്പോൾ സകലതും പിടിച്ചു വാങ്ങണം എന്നുള്ള അവസ്ഥയിലേക്ക് ദൈവം മനുഷ്യനെ മാറ്റിവെച്ചു. ഹല്ലേലൂയ. ദൈവത്തിന് മനുഷ്യനിലുള്ള വിശ്വാസം നഷ്ടപ്പോഴാണ് എല്ലാം പിടിച്ചു വാങ്ങണം എന്നുള്ള അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുന്നത്. അതിനു മുമ്പ് വരെ എല്ലാം പിടിച്ചു വാങ്ങേണ്ട അവസ്ഥ മനുഷ്യനില്ലായിരുന്നു. എല്ലാം ഓക്കെ ആയിരുന്നു. ഏദൻ തോട്ടം എന്ന് പറയുന്ന അവസ്ഥ ഓക്കെ ആയിരുന്നു. പക്ഷേ ഏദൻ തോട്ടം എന്ന് പറയുന്ന അവസ്ഥ, ആ ഒരവസ്ഥയിൽ നിന്ന് മനുഷ്യൻ താഴേക്ക് ഇറങ്ങേണ്ടി വന്നത് എപ്പോഴാണ്? ദൈവത്തിന് മനുഷ്യനിലുള്ള വിശ്വാസത്തെ മനുഷ്യൻ നഷ്ടപ്പെടുത്തിയപ്പോഴാണ്. അതുകൊണ്ട് ഈശോ നമ്മളോട് പറയുന്നത് എന്താണെന്നറിയോ? നമുക്ക് ദൈവത്തിന് നമ്മളിലൊരു വിശ്വാസമുണ്ട് പ്രിയപ്പെട്ടവരെ, അത് കളഞ്ഞു കുളിക്കരുത്. അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മളൊന്നും ചെയ്യരുത്. പല പ്രലോഭനങ്ങളും വരും, പല ജീവിത പ്രശ്നങ്ങളും വരും, പല സാഹചര്യങ്ങളും വരും. പക്ഷേ കത്തോലിക്ക വിശ്വാസം അനുസരിച്ച്
നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുപറയുന്നതനുസരിച്ച് വേണം നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോവാൻ. വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാത്തിൻ്റെയും സൃഷ്ടാവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത്. എല്ലാത്തിൻ്റെയും സൃഷ്ടാവാണ് ദൈവം. അപ്പോൾ സകലതും സൃഷ്ടിയിലൂടെ ഈ ലോകത്തിലേക്ക് വന്നതാണ്, സകലതും സൃഷ്ടികർമ്മത്തിലൂടെ ലോകത്തിലേക്ക് വന്നതാണ്. അല്ലാത്തതൊന്നും വന്നിട്ടില്ല. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിലൂടെ അല്ലാത്തതൊന്നും ലോകത്തിലേക്ക് വന്നിട്ടില്ല. നമ്മളിപ്പോൾ ഇവിടെ വായിച്ചു, ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യന് ജന്മം കൊടുത്തപ്പോൾ ആ മനുഷ്യന് ഒരു ഭൗതിക ശരീരം കൊടുത്തതാണ് 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ഈ ഭൗതിക ശരീരത്തിലേക്ക് നമ്മൾ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും കടന്നു വന്നപ്പോൾ ദൈവം പറയുന്നു, മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ജീവശ്വാസം നിശ്വസിച്ചു. ഹല്ലേലൂയ. ദൈവം നിശ്വസിച്ചപ്പോൾ ഓക്സിജൻ പുറപ്പെട്ടു. നമ്മൾ നിശ്വസിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡാണ് പുറപ്പെടുന്നത്. ഹല്ലേലൂയ. ദൈവം നമ്മളുടെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിച്ചപ്പോൾ ഓക്സിജൻ നമ്മളിലേക്ക് പ്രവേശിച്ചു. അതുകൊണ്ട് നമ്മൾ ശ്വസിക്കുന്നു, ഓക്സിജൻ എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നു. അപ്പോൾ അതായത് ദൈവത്തെ സ്വീകരിച്ചപ്പോൾ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ എന്നിലുള്ള മാനുഷികത, എന്നിലുള്ള മാലിന്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡായിട്ട് ഞാൻ പുറത്തേക്ക് തള്ളുകയാണ്, അതിന് എന്നിലില്ല. അപ്പോൾ ഓരോ തവണ ഞാൻ എടുക്കുന്ന ശ്വാസോച്ഛ്വാസം പോലും ഒരു തരം പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. ഓരോ തവണ ഞാൻ എടുക്കുന്ന ശ്വാസോച്ഛ്വാസം പോലും പ്രാർത്ഥനയായിട്ട് ചെയ്യണം. കാരണം ദൈവം നിശ്വസിച്ചു എന്ന് പറയുന്നതിനെ ഞാൻ ശ്വസിക്കുകയാണ്, അതായത് പ്രാർത്ഥനയാണ്. അപ്പോൾ എന്നിലുള്ള മാലിന്യം, പാപം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം. നേരം വെളുത്താൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട പ്രാർത്ഥന ഇതാണ്. ഞാൻ ചെയ്യുന്ന പ്രാർത്ഥന ഇതാണ്: ദൈവമേ, ഇന്ന് എത്ര തവണ ഞാൻ നിശ്വസിക്കുന്നുണ്ടോ അത്രയും തവണ എന്നിലുള്ള എല്ലാ മാലിന്യങ്ങളും എന്നെ വിട്ട് പുറത്താക്കപ്പെടട്ടെ. എത്ര തവണ ഞാൻ ശ്വസിക്കുന്നുവോ അത്രയും തവണ അതിൻ്റെ പരിശുദ്ധാത്മാവിനിൽ പ്രവേശിക്കട്ടെ. ഈ പ്രാർത്ഥനയോടുകൂടെയാണ് ഒരു ദിവസം തുടങ്ങേണ്ടത്. നമ്മൾ എത്ര തവണ ഞാൻ ശ്വസിക്കുന്നുവോ അത്രയും തവണ നിൻ്റെ പരിശുദ്ധാത്മാവിനിൽ പ്രവേശിക്കട്ടെ. എത്ര തവണ ഞാൻ നിശ്വസിക്കുന്നുവോ അത്രയും തവണ എന്നിലുള്ള പാപമാലിന്യങ്ങൾ എന്നിൽ നിന്നും നിശ്വാസത്തിലൂടെ പുറത്താക്കപ്പെടട്ടെ. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കുക. നിങ്ങൾ ഓരോ ദിവസവും കഴിയും തോറും നിങ്ങളുടെ ആത്മസ്ഥിതിയിൽ വരുന്ന വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ആത്മസ്ഥിതിയിൽ വരുന്ന വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ശരീരത്തിൻ്റെ രോഗങ്ങളിൽ വരുന്ന വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ശരീരത്തിൻ്റെ രോഗങ്ങൾ അതിൻ്റെ കാഠിന്യത്തെ കുറയ്ക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ശരീരം പലപ്പോഴും രോഗത്തെ ക്ഷണിക്കുന്ന ശരീരമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഭക്ഷണം ഏറ്റവും വലിയ ശത്രുവാണ്. ശരീരത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമുള്ള സംഭവമല്ല ഭക്ഷണം, ഏറ്റവും വലിയ ശത്രു ഭക്ഷണമാണ്. അതുകൊണ്ട് തന്നെ വിശപ്പാണ് ശരീരം കൂടുതൽ പ്രകടിപ്പിക്കുന്ന ഒന്നാമത്തെ ടെംപ്റ്റേഷൻ. വിശപ്പെന്ന് പറയുന്നത് ശരിക്കും ശരീരത്തിൻ്റെ ആവശ്യം ശരീരം വിളിച്ചു പറയുന്നത് മാത്രമല്ല, ടെംപ്റ്റേഷനാണ്. അതൊരു തരം പ്രലോഭനമാണ്. അത് ശരീരത്തിലേക്ക് കടത്തിവിടുന്നത്, ശരീരത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുന്നത്, ഭക്ഷണത്തിലൂടെ സ്വീകരിക്കുന്നത്, ബ്ലസ് ചെയ്യാത്തതെല്ലാം പ്രിയപ്പെട്ടവരെ അശുദ്ധമാണ്. എന്ത് ഭക്ഷണം നിങ്ങളുടെ മുന്നിൽ വന്നാലും പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കതിനെ അനുഗ്രഹിക്കാം. അത് അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹിക്കപ്പെട്ടതിൽ തിന്മയുണ്ടാവില്ല. ഹല്ലേലൂയ. നിങ്ങൾ എന്തിനെ അനുഗ്രഹിക്കുന്നുവോ അതിലുള്ള പൈശാചികത വിട്ടുമാറും. നിങ്ങളുടെ മക്കൾ നിങ്ങളെ പീഡിപ്പിച്ചാൽ നിങ്ങൾ അനുഗ്രഹിച്ചാൽ മതി, അവരിലുള്ള പൈശാചികത വിട്ടുമാറും. നിങ്ങളെ ദ്രോഹം ആലോചിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹിക്കുക. അതല്ല യേശു പറഞ്ഞത്, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനുഗ്രഹിക്കുമ്പോൾ അത് വിടുതൽ ശുശ്രൂഷയാണ്. അവരെന്ത് വെച്ച് നിങ്ങളെ പീഡിപ്പിക്കുന്നുവോ നിങ്ങൾ ആ വ്യക്തിയെ അനുഗ്രഹിക്കുമ്പോൾ ആ സംഭവം അവരിൽ നിന്ന് പുറത്താക്കപ്പെടും. അനുഗ്രഹം എന്ന് പറയുന്നത് തൃത്വത്തിൽ നിന്ന് ഡയറക്റ്റ് വരുന്നതാണ് അനുഗ്രഹം. ഹല്ലേലൂയ. ഒരു വിശുദ്ധർക്കും നമ്മളെ അനുഗ്രഹിക്കാൻ പറ്റില്ല. ഒരു വിശുദ്ധർക്കും നമ്മളെ അനുഗ്രഹിക്കാൻ പറ്റില്ല, മാധ്യസ്ഥം വിളിക്കാനേ പറ്റുള്ളൂ. അനുഗ്രഹം വരുന്നത് പരിശുദ്ധ തൃത്വത്തിൽ നിന്ന് മാത്രമാണ്. അപ്പോൾ നമ്മൾ അനുഗ്രഹിക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇത് തന്നെ നമ്മളിലേക്ക് കടന്നു വരുന്ന ഭക്ഷണത്തിലും നമ്മൾ ധരിക്കുന്ന വേഷവും അനുഗ്രഹിക്കാതെ ആശീർവദിക്കാതെ ദേഹത്തോട് ചേരരുത്. ഹല്ലേലൂയ. എത്ര ഓർണമെൻറ്റ്സ് നിങ്ങളിൽ കൂടുന്നുവോ അത്രയും അരൂപികളുടെ എണ്ണവും കൂടും. എത്ര ഓർണമെൻറ്റ്സ് ശരീരത്തിൽ ഇങ്ങനെ എന്താ പറയുക, ആന ഈ പറയെടുക്കാൻ പോകുന്ന പോലെ വരുന്ന സ്ത്രീകളുണ്ട്. നമ്മളൊരു ആനച്ചന്തമാണ് ഇങ്ങനെ വരുന്നത്, ഇങ്ങനെ ആടി ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ നമുക്കറിയാം അത്രയും അരൂപികളെയും കൊണ്ടാണ് അത് വരുന്നത്. എത്രത്തോളം ഓർണമെൻറ്റ്സ് കൂടുന്നു അത്രത്തോളം സ്പിരിറ്റ്സ് ഉണ്ട്.
കാരണം ഇതെല്ലാം ഓരോരോ വിഗ്രഹങ്ങളിൽ ചാർത്തപ്പെട്ട ആ ഒരു ഓർണമെൻറ്റ്സുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അതിൽ നെഗറ്റീവ്നെസ് ഉണ്ട്. അപ്പോൾ നമ്മളിലേക്ക് അതിനെ സ്വീകരിക്കരുത്. ഈ ദിവസങ്ങളിൽ ഒരു ടോക്കിൽ കോക്കാട്ടനച്ചൻ അതിനെപ്പറ്റി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ടോക്കിൽ അതിനെപ്പറ്റി വ്യക്തമായിട്ട് പറയുന്നത് കറക്റ്റ് അച്ഛൻ പറയുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് മാക്സിമം എല്ലാം കുറവേ വരാൻ പാടുള്ളൂ. മെഡിസിൻ ആണെങ്കിലും ഭക്ഷണമാണെങ്കിലും പ്രിയപ്പെട്ടവരെ ബാക്കിയുള്ളതാണ്, വെള്ളം ഒഴികെ ബാക്കിയുള്ളതെല്ലാം കുറവേ ശരീരത്തിൽ വരാൻ പാടുള്ളൂ. അതിനൊരു ലിമിറ്റഡ് ക്വാണ്ടിറ്റി നിങ്ങൾ അതിന് വേണ്ടി നിശ്ചയിക്കണം. അതിനപ്പുറത്തേക്ക് ഒന്നും സ്വീകരിക്കരുത്. ശരീരം അൺഹെൽത്തി ആവില്ല, ഉറപ്പ് തരാം. അതങ്ങനെയാണ്. ബാക്കി ദൈവത്തിന് വിട്ടുകൊടുക്കുക. കർത്താവേ, ബാക്കി എൻ്റെ ശരീരത്തെ നീ ആരോഗ്യത്തിൽ നിലനിർത്തണം. ലോകത്തിൻ്റേതായിട്ടുള്ളത് കുറവും ദൈവത്തിൻ്റേതായിട്ടുള്ളത് കൂടുതലും ഓരോ ദിവസവും ശരീരത്തിൽ പ്രവേശിച്ചാൽ ശരീരം ആരോഗ്യമുള്ളതായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇന്നലെ ഫുൾ നൈറ്റ് ഉറങ്ങിയിട്ടില്ല. ഇന്നലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇന്ന് രാവിലെ 4:30 ഞാൻ കിടന്നത്. 5:30 എഴുന്നേറ്റ് 1 മണിക്കൂറായി ഇന്നലെ ഉറങ്ങിയത്. 5:30 എഴുന്നേറ്റ് ഇങ്ങോട്ട് പോന്നു. അതിനുശേഷം ഇന്ന് ഫുൾ നൈറ്റ് നിങ്ങളെ കാണും, നാളെയും നൈറ്റ് നിങ്ങളെ കാണും. അപ്പോൾ ഈ 3 നൈറ്റ് അടുപ്പിച്ച് ഞാൻ ഉറങ്ങുന്നില്ല. ഓക്കെ, പകല് ഭക്ഷണവും കഴിക്കുന്നില്ല. അപ്പോൾ എനിക്കെന്തെല്ലാം വരാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ എനിക്ക് വരാവുന്ന ലോകം തരുന്ന അസ്വസ്ഥതകളെ പിടിച്ചു നിർത്തുന്നത് എന്താണ്? വലിയ പാവം പറയുന്നതല്ല, നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള കൺട്രോൾ ദൈവത്തിന് വിട്ടുകൊടുക്കുക. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിങ്ങൾ പൊട്ടിത്തെറിക്കത്തില്ല, നിങ്ങൾ ചത്തും പോകത്തില്ല. അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക, അതിൻ്റെ ക്വാളിറ്റി കൂട്ടുക. അത് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. അത് മാത്രം, കുറവേ പാടുള്ളൂ. ശരീരത്തിലേക്ക് എന്തും കുറവ് ചെല്ലണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചെല്ലുന്നിടത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ അധികം പ്രവേശിക്കാൻ അത് ഇടവരുത്തും. ഹല്ലേലൂയ. അഭിഷേകത്തോടെ വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറച്ച് പേര് മുഖം കഴുകാൻ മറന്നുപോയെന്ന് തോന്നുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ ഇവിടെ ഉൽപ്പത്തിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവമായ കർത്താവ് മനുഷ്യനെ പൂഴിയിൽ നിന്ന് സൃഷ്ടിച്ചു. അവൻ പ്രഥമ പാപം ചെയ്യുന്നതുവരെ നാണമെന്തെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. ഹല്ലേലൂയ. അവൻ വിവസ്ത്രനായിരുന്നു, അവനൊരു വസ്ത്രം ഉണ്ടായിരുന്നില്ല. വിവസ്ത്രനായ മനുഷ്യൻ നാണം അറിഞ്ഞിരുന്നില്ല, സ്ത്രീയും പുരുഷനും ഒരുമിച്ച് താമസിച്ചപ്പോൾ പോലും. പക്ഷെ അവനിൽ പാപം കടന്നു വന്നപ്പോഴാണ് അവനിലേക്ക് വസ്ത്രം കടന്നു വരുന്നത്. വസ്ത്രം കടന്നു വന്നപ്പോൾ ദൈവത്തിൽ നിന്ന് അവനെ മറച്ചു പിടിച്ചു. ഇതുപോലെ ദൈവത്തിൽ നിന്ന് അവനെ മറയ്ക്കാൻ ഇടവരുത്തിയത് എന്തെല്ലാമുണ്ടോ അതിന് പുറകിൽ ഒരു സ്പിരിറ്റുണ്ട്, ഒരു പാപത്തിൻ്റെ ഒരു ചങ്ങലയുണ്ട്. മനുഷ്യ സൃഷ്ടികർമ്മത്തിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതിങ്ങോട്ട് അധികരിച്ച് നമ്മുടെ ഈ കാലഘട്ടം എത്തി നിൽക്കുമ്പോൾ അതതിൻ്റെ മാക്സിമത്തിലെത്തി നിൽക്കുക. അന്ന് അവൻ അത്തിയില കൂട്ടി ഉണ്ടാക്കിയാണെങ്കിൽ ഇന്നെല്ലാം ബ്രാൻഡഡാണ്. ഹല്ലേലൂയ. ഓരോ ബ്രാൻഡും ഓരോ വേർഷിപ്പുകൾക്ക് സമർപ്പിക്കപ്പെട്ട ബ്രാൻഡുകളാണ് മെജോറിറ്റിയും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാ ബ്രാൻഡും നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല. അതിൽ പല ബ്രാൻഡുകളും പല വേർഷിപ്പുകൾക്കും, സൈത്താൻ വേർഷിപ്പുകൾക്ക് സമർപ്പിക്കപ്പെട്ട ബ്രാൻഡുകളാണ് മെജോറിറ്റിയും. അത് തിരിച്ചറിയാൻ പറ്റണം ഏതൊക്കെയാണെന്നുള്ളത്. അത് തിരിച്ചറിഞ്ഞ് അത് മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. അപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ എല്ലാം ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ എടുത്തു നോക്കിയോ, കസ്റ്റമൈസ് ചെയ്ത് ദൈവം ഈ മനുഷ്യന് വേണ്ടിയിട്ട് എല്ലാം സാത്താൻ ഒരുക്കി തരുന്നുണ്ട്. കസ്റ്റമൈസ് ചെയ്ത് തരും. ഈ കസ്റ്റമൈസ് ചെയ്ത് വരുമ്പോൾ എൻ്റെ ആവശ്യത്തിന് അധികമായിട്ടുള്ളത് വരെ എൻ്റെ ശരീരം സ്വീകരിക്കും. ശരീരം അധികമായിട്ട് ലോകത്തിൽ നിന്ന് എന്ത് സ്വീകരിച്ചാലും മരണശേഷം ആത്മാവ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ അത് തടസ്സമാണ്. പ്രത്യേകിച്ച് നമ്മുടെ പേരിലുള്ള വസ്തുവകകൾ, നമ്മുടെ പേരിലുള്ള വീട്, സ്വത്ത്, സമ്പാദ്യം എന്ന് വേണ്ടതെല്ലാം ഈശോ പറയുന്നുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് ദാനം ചെയ്യണം. ഈശോ പറയുന്നുണ്ട്. അത് നിൻ്റെ ഭൗതിക സമ്പത്ത് വിൽക്കാനല്ല ഈശോ പറയണത്. നിൻ്റെ സ്പിരിച്വലി നിനക്കൊരു സമ്പത്തുണ്ട്, ആത്മാവിൽ നിനക്കൊരു സമ്പത്തുണ്ട്, അത് വിൽക്കുക. ആത്മാവിൽ ദരിദ്രനായിട്ടുള്ളവർക്ക് നീ അത് ദാനം കൊടുക്കണം. അതായത് നിനക്ക് എന്തുണ്ടോ അതിനെ നീ വിൽക്കുക. അത് നീ ദരിദ്രർക്ക്, കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയാത്ത ദാരിദ്ര്യം പിടിച്ചവർക്ക് നീ അത് കൊടുക്കുക. നിന്റെ ഭൗതിക സമ്പത്തല്ല. പക്ഷെ നിനക്ക് ഭൗതിക സമ്പത്ത് ഏറും തോറും, പ്രിയപ്പെട്ട ദൈവജനമേ, പ്രാർത്ഥന കുറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. എത്രത്തോളം ഭൗതികതയിൽ നമ്മൾക്ക് ബന്ധങ്ങൾ,
എത്രത്തോളം ഭൗതികതയിൽ സമ്പത്ത്, സ്ഥാനങ്ങൾ ഉയരുന്നുവോ ആ വ്യക്തികളുടെ എല്ലാം പ്രാർത്ഥന താഴേക്ക് വരും, ഉറപ്പാണ്. എന്തിനേറെ പറയുന്നു, ശുശ്രൂഷ തന്നെ ഒരു എക്സ്ട്രീമിലേക്ക് അങ്ങോട്ട് പോകുന്നൊരു സമയം വന്നാൽ എന്നെ സംബന്ധിച്ച് പ്രാർത്ഥന കുറയും, ശരിക്കും കുറയും, നന്നായിട്ട് കുറയും. അപ്പോൾ പ്രാർത്ഥിക്കാൻ ഞാൻ സമയം കണ്ടെത്തേണ്ടി വരും. നമ്മൾ ഭക്ഷണം കഴിക്കാൻ സമയം കണ്ടെത്തിയെന്ന് പറയുമോ? ഇല്ല, വിശന്നു ഞാൻ കഴിച്ചു എന്നേ പറയുള്ളൂ. പക്ഷെ പ്രാർത്ഥിക്കാൻ നമ്മൾ സമയം കണ്ടെത്തി എന്ന് പറയും. കാരണം എന്താ? അതൊരു ആവശ്യമായിട്ട് കാണുന്നില്ല, പകരം എന്തിനോ വേണ്ടി ചെയ്യുന്നതായിട്ട് നമ്മൾ തോന്നുക. അതുകൊണ്ട് അതിന് സമയം കണ്ടെത്തി ചെയ്യും. മറ്റേത് ശരീരം തന്നെ സൈൻ തരും, വിശന്നു തുടങ്ങി, ഭക്ഷണം കഴിക്കണം. ഇങ്ങനെ കാണുന്നിടത്ത് ദൈവത്തിൽ വിശ്വാസക്കുറവും ലോകത്തിൽ വിശ്വാസക്കൂടുതലുമാണ്. ഇങ്ങനെ വരുന്നിടത്തും ഈശോ പറയുന്ന വചനത്തിന് എതിരാണ് നമ്മുടെ ശരീരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ള ദൈവജനമേ, ഈശോയ്ക്ക് കൊടുക്കാനുള്ളത് എന്താണ് നിങ്ങളുടെ കയ്യിൽ? അത് ഇരട്ടിയായിക്കൊണ്ടിരിക്കണം. നിങ്ങളുടെ ആത്മാവിൽ അത് ഇരട്ടിയാക്കിക്കൊണ്ടിരിക്കണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം. ദൈവത്തെ ആരാധിക്കണമെങ്കിൽ പാപം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. പാപത്തിൽ വീണു പോയിട്ടുണ്ടോ? വീണെടുത്ത് കിടക്കരുത്, എഴുന്നേറ്റ് പോരണം. പാപത്തിൽ വീണു പോകും, നമ്മൾ മനുഷ്യരല്ലേ. അപ്പോൾ പാപത്തിൽ വീണെടുത്ത് കിടക്കരുത്, എഴുന്നേറ്റ് പോരണം. എഴുന്നേറ്റ് പോന്നാൽ അവിടെ നിന്ന് കർത്താവ് നമ്മളെ കൈക്ക് പിടിച്ച് ഉയർത്തിക്കോളും, എത്തിക്കേണ്ടിടത്ത് അവൻ എത്തിച്ചോളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. ഈശോയ്ക്ക് കൊടുക്കാൻ പറ്റണം, ഈശോയ്ക്ക് കൊടുക്കാൻ പറ്റണം. ഇവിടെ പറയുന്നു, ദൈവമായ കർത്താവ് മനുഷ്യൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ജീവശ്വാസം നിശ്വസിച്ചു, മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. ജീവനില്ലെങ്കിൽ മനുഷ്യൻ എന്താണ്? മനുഷ്യനാണ്. ജീവനുള്ളപ്പോൾ മനുഷ്യൻ ദൈവത്തിന് തുല്യനായിട്ട് മാറ്റപ്പെടുക, പാപമില്ലാത്തത് കൊണ്ട്. ആദിമ മനുഷ്യനിൽ, അതിനു മുൻപ് വരെ അവനിൽ എന്തുണ്ടായിരുന്നു? അവനിൽ മണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ നാസാരന്ധ്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് ഇപ്പോൾ എത്ര ഭംഗിയായിട്ട് തന്നെ രൂപപ്പെടുത്തി, പ്രിയപ്പെട്ടവരെ, തന്നെ രൂപപ്പെടുത്തി. ക്രിസ്തു ആദത്തിൽ രൂപപ്പെടുത്തിയത് തന്നെ ശരീരമാണ്. കാരണം ആദത്തിൻ്റെ വാരിയല് ഒന്നൂരിയെടുത്തിട്ട് അതുകൊണ്ട് ഹവ്വായിക്ക് ജന്മം കൊടുത്തു. ആ വാരിയലിൻ്റെ സ്ഥാനത്താണ് കർത്താവിൻ്റെ തിരുവിലാവ് കുത്തി തുറക്കപ്പെടുന്നത്. ഹല്ലേലൂയ. അവിടെ ആദവും ക്രിസ്തുവും തമ്മിലൊരു കണക്ഷനെ നമുക്ക് കാണാൻ പറ്റും. അവിടെ തന്നെ കർത്താവിൻ്റെ തിരുവിലാവ് കുത്തി തുറക്കപ്പെടുന്നുണ്ട്. അവിടെ മാംസം കൊണ്ട് മൂടി, അസ്ഥിയുടെ സ്ഥാനത്ത് മാംസം കൊണ്ട് മൂടപ്പെട്ടു. എന്തിനു വേണ്ടിയിട്ട്? വ്യക്തിത്വത്തെ മാറ്റി. അസ്തിത്വം എന്ന് പറയുന്നത് വ്യക്തിത്വമാണ്. എനിക്കെൻ്റെ ഫിസിക്കൽ ബോഡിയിൽ എൻ്റെ നട്ടൽ, അല്ലെങ്കിൽ നമ്മുടെ എന്നിട്ട് നമ്മുടെ സ്കെൽട്ടൻ എന്ന് പറയുന്ന നമ്മുടെ അസ്തിത്വമാണെങ്കിൽ അതാണ് മനുഷ്യനെന്ന് പറയുന്ന വ്യക്തിത്വം ഒരാൾക്ക് നൽകുന്നത്. അതിൽ നിന്ന് ഒരസ്ഥി മാറ്റി അവിടെ മാംസം കൊണ്ട് പൊതിഞ്ഞ്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കി. കർത്താവായ യേശു ക്രിസ്തുവിലും ഇത് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് തന്നെ കാണാൻ പറ്റും. കർത്താവായ യേശു ക്രിസ്തുവിലും ഇത് തന്നെ നമുക്ക് കാണാൻ പറ്റും. ക്രിസ്തു അല്ലെങ്കിൽ ദൈവമായ കർത്താവ് മനുഷ്യനെ മണ്ണിൽ നിന്ന് മെനഞ്ഞു. ഡയറക്റ്റ് ദൈവത്തിൻ്റെ കൈ പതിഞ്ഞു എന്നുള്ളതാണ്. ബാക്കിയുള്ളതെല്ലാം ദൈവം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി. മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയില്ല, ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞല്ല സൃഷ്ടിച്ചത്. മനുഷ്യൻ ശരിക്കും മാൻമെയ്ഡാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് കളിമണ്ണിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ, ഭൗതിക ശരീരത്തിൽ ദൈവത്തിൻ്റെ കൈവയ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാക്കിയുള്ളതെല്ലാം പ്രപഞ്ചം മൊത്തം നോക്കിയോ, ഉണ്ടാവട്ടെ, ഉണ്ടായി. അവിടെയൊന്നും കർത്താവിന് തൊടേണ്ടി വന്നില്ല. പക്ഷെ ദൈവത്തിൻ്റെ ചൈതന്യം വസിക്കുന്നതിന് ദൈവം തൊട്ടേ പറ്റൂ. ദൈവത്തിൻ്റെ ചൈതന്യം വസിക്കുന്നതിന് ദൈവത്തിന് തൊട്ടേ പറ്റുള്ളൂ. ദൈവം തൊട്ടു. അതാണ് ഞാനും നിങ്ങളും. നമ്മളെ ദൈവം തൊട്ടുണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ എല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ ദൈവം തന്നിട്ടുണ്ട്. ആത്മശരീരങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ ദൈവം നമ്മുടെ ശരീരത്തിൽ തന്നു വെച്ചിട്ടുണ്ട്. ഒരു കുറവുമില്ല. ഞാനിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ, കാർ ഓടിച്ച് വരുമ്പോൾ, ഒരമ്മ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ബ്രദറെ, എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് ഇത്ര നാളായി. എൻ്റെ മോളും മോനും വിദേശത്താണ്. മോള് കാനഡയിലാണ്, മോനും അതുപോലെ മറ്റേതോ രാജ്യത്താണ്. അവൾ പറയുന്നത്, പപ്പയുടെ അടുത്തേക്ക് മമ്മി നമുക്ക് എല്ലാവരും കൂടി പോകാം, എനിക്കിവിടെ ജോലിയൊന്നും കിട്ടുന്നില്ല, അവനും ജോലിയൊന്നും ആകുന്നില്ല, എത്ര അധ്വാനിച്ചിട്ട് നമുക്ക് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ നമുക്ക് സൂയിസൈഡ് ചെയ്യാം. ഇന്ന് ആ അമ്മ വിളിച്ചിട്ട് ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ അവൾ ഇത് മമ്മി സമ്മതിച്ചില്ലെങ്കിൽ എൻ്റെ ബോഡി ആയിരിക്കും
3-ാം തീയതി വരെ ഞാൻ മമ്മിക്ക് സമയം തരും. ഇന്ന് വിളിച്ചിട്ട് പറഞ്ഞാൽ 3-ാം തീയതി വരെ ഞാൻ മമ്മിക്ക് സമയം തരും. ഞാൻ നാട്ടിൽ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് വരും. ടിക്കറ്റ് എടുത്ത് വന്ന് അവനെയും ഞാൻ ടിക്കറ്റ് എടുപ്പിച്ച് നാട്ടിൽ കൊണ്ടുവരും. നമ്മൾ 3 പേരും ഒരുമിച്ച് മരിക്കാം. ഇവളിത് തന്നെയാണ് പറയുന്നത്. കാരണം അവൾക്കവിടെ ഏതാണ്ട് 1 വർഷത്തിൽ കൂടുതലായി അവൾ കാനഡയിലെത്തിയിട്ട് ജോലി കിട്ടിയിട്ടില്ല. അവൾക്കിനി ഫീസ് അടക്കാനും റൂം റെൻറ്റ് കൊടുക്കാനും ക്യാഷില്ല. ഇനി അവൾക്ക് മരിക്കുക എന്നല്ലാതെ അവളുടെ മുമ്പിൽ വേറെ വഴിയില്ലെന്നാണ് അവൾ പറയുന്നത്. 22 വയസ്സുള്ള മോൾക്ക്. അപ്പോൾ ഈ അമ്മ വിളിച്ചിട്ട് നെഞ്ചു പൊട്ടിക്കരഞ്ഞ കരച്ചിലും കേട്ടിട്ടാണ് ഞാനിന്ന് വണ്ടി ഓടിച്ചു വന്നത്. 5 കൊന്തയല്ലി, ഒരു കരുണക്കൊന്തയും ചൊല്ലി. ഇത് ചൊല്ലി കാഴ്ചവെച്ചു. പക്ഷെ എപ്പോഴും തൃപ്തി വരുന്നില്ല. ഞാനപ്പോൾ വേറൊരു ബ്രദറിനെ വിളിച്ചിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തു. ചെന്ന് കാണണം, ഇന്ന് തന്നെ പോയി കാണണം, സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവരിന്ന് ഇവിടെ ധ്യാനത്തിന് വരാൻ നിന്നു. ഞാൻ പറഞ്ഞു വരണ്ടെന്ന് പറഞ്ഞു. ധ്യാനത്തിന് വന്നാലും കരച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒന്നും കിട്ടില്ല. കാരണം മനസ്സ് കാനഡയിലാണ്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ എനിക്ക് തോന്നുന്നു ഇതിൽ താഴെയുള്ള ആവശ്യങ്ങളുള്ളവർ ഇവിടെ ഉള്ളൂ. ഇതിലും മുകളിലുള്ള ആവശ്യങ്ങളുള്ളവർ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ഓരോ ദിവസവും വരുന്ന കോളുകൾ ഇതിനേക്കാൾ മികച്ച കോളുകളാണ്. പ്രിയമുള്ളവരെ, ആലോചിച്ച് നോക്കണം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു സമ്പത്ത് കിട്ടിയില്ലെങ്കിൽ തീർക്കാനുള്ളതല്ല. ജീവിതത്തിൻ്റെ 2 അറ്റം കൂട്ടിമുട്ടിയില്ല, അതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ഏതാ സ്പിരിറ്റ്? മരണത്തിൻ്റെ ദുരാത്മാവല്ലേ. ദൈവം ഏതിനെയെങ്കിലും സൃഷ്ടിച്ചിട്ട് അതിനെ കൊന്നുകളയാൻ വേണ്ടി ദൈവം സഹനം തരുമോ? ഇല്ല. ആത്മഹത്യ ചെയ്യാനുള്ള സഹനങ്ങളും ദൈവം തന്നിട്ടില്ല. അപ്പോൾ ആത്മഹത്യയിലേക്ക് ചെയ്യണം എന്ന ചിന്തയിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്താ? മരണത്തിൻ്റെ ദുരാത്മാവാണ്. ഒരു തവണ ചിന്തിച്ചാൽ മതി, പിന്നെ നമ്മളത് ചെയ്തോളും. ട്രൈ ചെയ്തിട്ട് നടന്നില്ലെങ്കിൽ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സന്യസ്തനെ വിളിച്ചിട്ട് ഒരു ട്രിവാൻഡ്രത്ത് നിന്ന് വിളിക്കണേ. അപ്പോൾ ഞാനവിടെ തിരുവനന്തപുരത്ത് ധ്യാനിപ്പിക്കാൻ ചെല്ലുമ്പോൾ അവിടെ എൻ്റെ എല്ലാ ധ്യാനത്തിനും സിസ്റ്റർ വരും. അവനും സഹോദരൻ്റെ വൈഫിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ ചെന്താ 20 തവണ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി. 20 തവണയും പരാജയപ്പെട്ടു. 20 തവണയും ആരെങ്കിലും കാണും, ഇതിനെ പൊക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. 20 തവണയാണ്. ലാസ്റ്റ് വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദർ വരണം, ഇല്ലെങ്കിൽ ഇനി അത് കിട്ടില്ല, ഇനി ഞങ്ങൾക്ക് എത്രയെന്ന് വെച്ച് നോക്കിയിരിക്കാൻ പറ്റും. അപ്പോൾ ഈ സിസ്റ്ററിൻ്റെ മറ്റൊരു ആങ്ങളയുടെ കല്യാണം നടക്കുക. ഈ കല്യാണം ഞാൻ മുടക്കും. ഈ കല്യാണ പന്തൽ മരണപ്പന്തലാക്കി ഞാൻ മാറ്റും. ഈ സിസ്റ്റർ പറയുന്നതാണ്. അപ്പോൾ ഞാൻ വിശുദ്ധ നാട് പോകാൻ വേണ്ടി നിൽക്കുക. കഴിഞ്ഞ 15-ന് 14-ാം തീയതിയാണ് ഈ കോള് വരുന്നത്. 15-ന് ഞാൻ വിശുദ്ധ നാട് പോയി. 14-ാം തീയതി കോള് വരുമ്പോൾ എനിക്ക് എങ്ങനെ ചെല്ലാൻ പറ്റും? ഞാൻ സിസ്റ്റർ, എനിക്ക് വരാൻ പറ്റില്ല, കാരണം ഞാൻ നാളെ പോവാം, രാവിലെ വെളുപ്പിന് ഫ്ലൈറ്റാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, ഇങ്ങനെ പ്രാർത്ഥിക്കുക. ആത്മാവിൻ്റെ ഉടയവനായ കർത്താവെ, ഈ ആത്മാവിനെ നീ കാത്തുകൊള്ളണേ. വേറെ ഒന്നും കൂടുതൽ കുറേ പ്രാർത്ഥിക്കണ്ട. ഈ ആത്മാവിൻ്റെ മേൽ നീ കരുണയായിരിക്കണമേ. ഈ ആത്മാവിന് വേണ്ടി ദൈവം നിശ്ചയിച്ച കാവൽ മാലാഖയെ ഈ ആത്മാവിന് കൂട്ടായിരിക്കണമേ. പ്രിയമുള്ളവരെ, ഏതെങ്കിലും ഒരു സങ്കടം, ഏതെങ്കിലും ഒരു രോഗം, ഏതെങ്കിലും ഒരു അസ്വസ്ഥത മരിക്കാം എന്നൊരു ചിന്തയിലേക്ക് നിങ്ങളെ നയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളറിയണം, മരണത്തിൻ്റെ ദുരാത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ഡെത്ത്, അത് നിങ്ങളുടെ കൂടെ ഉണ്ട്. അത് നിങ്ങളിൽ മരണം തന്നില്ലെങ്കിൽ കുടുംബത്തിൽ മറ്റാരിലെങ്കിലും സമ്മാനിച്ചിട്ട് പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സ്ഥലത്ത് സൂയിസൈഡായിട്ട് അതിന് വരാൻ പറ്റുന്നില്ലെങ്കിൽ മറുവശത്ത് ഒരു ആക്സിഡൻറ്റ് ഡെത്തെങ്കിലും ഉണ്ടാക്കിയിട്ടേ അത് കുടുംബം വിട്ടു പോകുള്ളൂ. അതുകൊണ്ട് നിരാശ എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപത്തിലേക്ക് നീ വീണു പോകരുത്. നിരാശ എന്തിൻ്റെ പേരിലാണെങ്കിലും നിരാശപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവല്ല, ദൈവമല്ല, സ്വർഗമല്ല. അപ്പോൾ അതാര് തരുന്നു? എതിർശക്തിയായ സാത്താൻ നിനക്ക് വെച്ച് തരുന്നതാ. അതിന് നീ കീഴടങ്ങിയാൽ ഒരുപക്ഷെ നീ മരിക്കില്ലായിരിക്കും. മരണത്തിൻ്റെ ദുരാത്മാവ് ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്യുന്നതല്ല, ഒരു കുടുംബത്തെ ഫോക്കസ് ചെയ്യുന്ന. ഒരു വ്യക്തിയിലൂടെ കുടുംബത്തിൽ പ്രവേശിച്ചു, എനിക്ക് ടെൻഷൻ കൂടി, എനിക്ക് ഇനി ഒരു രക്ഷയില്ല, ഞാൻ മരിക്കാൻ തീരുമാനിച്ചു. പക്ഷെ ഞാൻ എപ്പോഴും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ജീവിതം തീർത്താൽ മതി, അവസാനിപ്പിക്കാം, ഇതിങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഞാൻ മരിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് എന്താ? സ്തുതിപ്പ. ആർക്കുള്ള സ്തുതിപ്പ? മരണത്തിൻ്റെ ദുരാത്മാവിനെ ഞാൻ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുക. ചത്താ മതി, ഒടുക്കണം, നശിപ്പിക്കണം, മതിയാക്കാം, ഇത് സ്തുതിപ്പാണ്. മരണത്തിൻ്റെ ദുരാത്മാവിനുള്ള സ്തുതിപ്പ്. അതായത് ഈ മരണത്തിൻ്റെ ദുരാത്മാവ് എന്ന് പറയുന്നത് ഒരു ഐഡിയലായിട്ട്, ഒരു വിഗ്രഹമായിട്ട് എൻ്റെ കുടുംബത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി അതിന് ആരെ വേണമെങ്കിലും കീഴ്പ്പെടുത്താം.
ഇവിടെ എന്നെക്കൊണ്ട് സൂയിസൈഡ് ചെയ്യിപ്പിക്കാൻ പറ്റിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. എതിർവശത്തൊരു ആക്സിഡൻ്റ് ഉണ്ടാക്കാൻ ഈ സ്പിരിറ്റിന് പറ്റും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒന്നും നിങ്ങളെ നിരാശപ്പെടുത്തരുത്. പ്രത്യാശയാണ് കർത്താവായ യേശു ക്രിസ്തു. പ്രത്യാശയാണ് കർത്താവായ യേശു ക്രിസ്തു. വിശ്വാസം എന്ന് പറയുന്നത് ഹെബ്രായർ 11 പറയുന്നില്ലേ, പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്നുള്ള ഉറപ്പാണ്. പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ വിശ്വാസിക്ക് നിരാശയുടെ അവൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല. നിരാശയ്ക്ക് വിശ്വസിക്കുന്നവനാണോ, നിൻ്റെ ജീവിതത്തിൽ നിരാശ പാടില്ല. നിരാശപ്പെടരുത്. കാരണം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനം വിശുദ്ധ പൗലോസ് ഹെബ്രായർക്ക് എഴുതിയപ്പോൾ ഇപ്രകാരം പറയുന്നു, പ്രിയപ്പെട്ടവരെ, പ്രത്യാശിക്കുന്നത് ലഭിക്കുന്നതിൻ്റെ പേരാണ് വിശ്വാസം എന്ന് പറയുന്നത്. നിരാശപ്പെടരുത്. നിരാശപ്പെട്ടാൽ ചാർജ് എടുക്കുന്ന സ്പിരിറ്റാണ് സ്പിരിറ്റ് ഓഫ് ഡെത്ത്. നിരാശപ്പെട്ട് കഴിഞ്ഞാൽ ആത്മാവിനെ കൊല്ലാനായിട്ടുള്ള സ്പിരിറ്റ്, അതായത് ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർപെടുത്താനുള്ള സ്പിരിറ്റ് കുടുംബത്തിൽ ചാർജ് എടുക്കും. എന്തിൻ്റെ പേരിലാണെങ്കിലും ശരിയാകും, ഓക്കെ ആവും. ഒന്നും ശരിയാവാത്തതുണ്ട്. നമ്മുടെ രാഷ്ട്രീയക്കാർ പറയില്ലേ, എല്ലാം ശരിയാക്കി തരാം. അവർ വല്ലതും ശരിയാക്കി തന്നിട്ടാണോ? അവരതെല്ലാ വർഷവും പറയുന്നില്ലേ, എല്ലാ ഇലക്ഷനും അവർ പറയുന്നില്ലേ? അതുപോലെ തന്നെ നമുക്കും പറഞ്ഞാൽ മതി, നമ്മളോട് തന്നെ ശരിയാവും. എൻ്റെ കർത്താവ്, എന്നെ കാണുന്നവൻ, എന്നെ പരിപാലിക്കുന്ന ദൈവം ഇതിനൊരു അവസാനം കണ്ടിട്ടുണ്ട്. അത്രേ പാടുള്ളൂ പ്രിയപ്പെട്ടവരെ, അത്രേ പാടുള്ളൂ. കടബാധ്യത അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി നിൽക്കുമ്പോൾ നമുക്ക് തോന്നും അവസാനിപ്പിക്കാമെന്ന്. രോഗങ്ങൾ സുഖപ്പെടാതിരിക്കുമ്പോൾ ഒന്നൊഴിയാതെ വരുമ്പോഴും നമുക്ക് തോന്നും അവസാനിപ്പിക്കാമെന്ന് തോന്നും. മാനുഷികമല്ലത്, പൈശാചികമാണ്. പിശാച് എൻ്റർ ചെയ്യുന്നുണ്ട്. നിരാശയിലൂടെ സ്പിരിറ്റ് ഓഫ് ഡെത്ത്, മരണത്തിൻ്റെ ദുരാത്മാവ് നിൻ്റെ കുടുംബത്തിലേക്ക് പ്രവേശിക്കും. ഇത് പ്രവേശിക്കുന്ന എപ്പോഴാണ്? വിശ്വാസം കുടുംബത്തിൽ അന്യം നിന്ന് പോകുമ്പോഴാണ്. അതുകൊണ്ട് ഈശോ നമ്മളോട് പറയുന്നത് എന്താണെന്നറിയോ? ഈശോയ്ക്ക് നമ്മളെ വിശ്വാസം ഉണ്ടാവണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശരീരത്തിന് ഞാൻ പറഞ്ഞില്ലേ, വിശുദ്ധിയോടുകൂടെ ശരീരത്തെ കാക്കാൻ പറ്റണം. വ്യഭിചാരം ചെയ്താൽ മാത്രമല്ല ശരീരം അശുദ്ധമാകുന്നത്, അല്ലാതെ ഉണ്ട്. ഭക്ഷണത്തിലൂടെയും എൻ്റെ നോട്ടത്തിലൂടെയും സംസാരത്തിലൂടെയും ഞാൻ എന്തെല്ലാം സ്വീകരിക്കുന്നുവോ, അസൂയയിലൂടെയും 7 മൂലപാപങ്ങളിലൂടെയൊക്കെ ഞാൻ സ്വീകരിക്കുന്നതെല്ലാം എൻ്റെ ശരീരത്തെ അശുദ്ധമാക്കുന്നുണ്ട്. അപ്പോൾ അശുദ്ധമാക്കിയ ശരീരത്തിൽ പരിശുദ്ധമായ ആത്മാവ് എങ്ങനെ വസിക്കും? നടക്കില്ല. അങ്ങനെ വരുമ്പോൾ വിശ്വാസം വീണ്ടും താഴെ പോവും. ആത്മാവിലുള്ള വിശ്വാസത്തിൻ്റെ വരത്തെ കെടുത്താൻ ശരീരത്തിന് പറ്റും. ഹല്ലേലൂയ. നമ്മുടെ ആത്മാവിൽ ഒരു വിശ്വാസത്തിൻ്റെ വരം കംപ്ലീറ്റ് ശരീരത്തിലല്ല, ആത്മാവിനാണ്. വിശ്വാസത്തിൻ്റെ വരം, രോഗസൗഖ്യ വരം, അത്ഭുത പ്രവർത്തന വരം, വചനപ്രഘോഷണ വരം, അത്ഭുത രോഗസൗഖ്യ വരം എന്ന് വേണ്ട എല്ലാ വരങ്ങളും ആത്മാവിനുള്ളതാണ്. ഈ വരങ്ങളെ കെടുത്തിക്കളയാൻ ശരീരത്തിന് പറ്റും. ശരീരത്തിൽ സാത്താൻ രോഗവും പാപവും തരും. അത് ആത്മാവിനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ട ദൈവജനമേ, ഇങ്ങനെ വരുന്നിടത്ത് നിങ്ങൾ എത്ര തന്നെ വിശ്വാസത്തിലേക്ക് വരാൻ ശ്രമിച്ചാലും നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിന് എന്നിലുള്ള വിശ്വാസം കൂടാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ദൈവത്തിന് സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും ആദ്യം അവൻ മനുഷ്യന് രൂപം കൊടുത്തതിന് ശേഷം വീണ്ടും അതിനെ ഇംപ്ലാന്റ് ചെയ്യാനായിട്ട് ഒരു ശരീരത്തിന് ഫോം ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. നാസാരന്ധ്രങ്ങളിലേക്ക് ജീവശ്വാസത്തെ നിശ്വസിച്ചു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവൻ ഉള്ളവനായിട്ട് തീരുക. ജീവനുള്ളവനായിട്ട് മനുഷ്യൻ ജീവനുള്ളവനായിട്ട് തീർന്നു. അപ്പോൾ മനുഷ്യൻ ആരാണ്? മനുഷ്യൻ ജഡമാണ്. ജീവനുള്ളവനായിട്ട് തീർന്നപ്പോഴാണ്, ശ്വസിക്കുമ്പോഴാണ്. അതുകൊണ്ട് ശ്വസിക്കുമ്പോൾ, അതുകൊണ്ടാണ് നമ്മൾ ഈ ശ്വാസം മുട്ടൽ പോലുള്ള അസ്വസ്ഥതകൾ വരുമ്പോൾ ബന്ധന പ്രാർത്ഥനയാണ് വേണ്ടത്. അവിടെ ശ്വാസം മുട്ടൽ, ശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾക്ക് പോകുമ്പോൾ അങ്ങനെയുള്ള ശ്വസന മേഖലകളിൽ വരുന്ന ബ്ലോക്കുകൾക്കെല്ലാം ബന്ധന പ്രാർത്ഥന കിട്ടിക്കൊണ്ടിരിക്കണം. അങ്ങനെ ബന്ധന പ്രാർത്ഥന വഴി അത് ഹീലിംഗ് നടക്കുള്ളൂ. എത്ര മെഡിസിൻ കഴിച്ചാലും അത് നിങ്ങൾക്ക് സൗഖ്യം തരില്ല. അതാണ് അതിൻ്റെ രീതി. അവിടെ ഒരു എയർവേ എന്ന് പറയുന്നത് കർത്താവിൻ്റെയാണ്. കർത്താവിന് പ്രവേശിക്കാനുള്ളതാണ്, പ്രവേശിക്കാൻ പറ്റണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് പ്രവേശിക്കണം. ശ്വസിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ശ്വാസം എവിടെ നിന്നാണ് എടുക്കുന്നത്? ഈ പ്രകൃതിയിൽ നിന്നാണ്. ഈ പ്രകൃതി എന്ന് പറയുന്നത് എന്താ? അപ്പോൾ ഈ പ്രകൃതിയിൽ ഓക്സിജൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് കുറേ മരങ്ങൾ തന്നിട്ടാണോ? അല്ല. മരുഭൂമിയിൽ എവിടെ മരം? അവിടെയും നമ്മൾ ശ്വസിക്കുന്നില്ലേ? എന്തുകൊണ്ട് ഓക്സിജൻ നിൽക്കുന്നു? ദൈവമാണ്. ദൈവത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ 3 ലോകങ്ങൾ നമുക്ക് കാണാൻ പറ്റും.
3 ലോകങ്ങൾ. അതിലൊരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുക. നമ്മളിപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങുകളും മുന്നിൽ കാണുന്ന മനുഷ്യരും എല്ലാം ഉണ്ട്. രണ്ടാമത്തെ ഒരു ലോകമുണ്ട് പ്രിയപ്പെട്ടവരെ. ഇത് തന്നെ ഒരു ഈവിൾ സ്പിരിറ്റിൻ്റെ ഒരു കാലഘട്ടമാണ്. അവനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവനും അവൻ്റേതായിട്ടുള്ള ലോകമുണ്ട്. അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ലോകത്തെ കണ്ണടക്കുമ്പോൾ ഈശോ കാണിച്ചു തരും. ഈ ലോകത്തിലും കൂടെയാണ് നമ്മൾ പലപ്പോഴും കടന്നു പോകുന്നത്. മറ്റൊരു ലോകമുണ്ട്, അത് സ്പിരിച്വലാണ്, പരിശുദ്ധാത്മാവിൻ്റെ ലോകമാണ്, സ്വർഗീയ അന്തരീക്ഷമാണ്. വിശുദ്ധിയിലൂടെ നടക്കുന്നവർ ആ ലോകത്തിലാണ് ചരിക്കുന്നത്. ലോകത്തിൻ്റേതായിട്ടുള്ള രൂപികളിലായിരിക്കുന്നവർ, അതായത് കുറേ സമ്പാദിക്കണം, കുറേ തിന്നണം, കുറേ ജോലി എടുക്കണം, കുറേ ഭവനം ഉണ്ടാക്കണം, ഇങ്ങനെയുള്ളത് നമ്മൾ ഈ കാണുന്ന ലോകത്തിലും. മറ്റൊന്ന് എതിർവശത്തുള്ള ലോകമാണ്. അതാണ് ഈ ആൻറ്റി ക്രൈസ്റ്റ് ബ്ലാക്ക് മാസ് പോലുള്ള ആ രൂപിയിൽ ബ്ലാക്ക് മാജിക് പോലുള്ള അഭിചാരം, മന്ത്രവാദം, കൂടോത്രം പോലുള്ള സംഭവങ്ങളുടെ പുറകെയും മറ്റ് വിഗ്രഹങ്ങളിലൂടെ പുറകെയൊക്കെ ജീവിക്കുന്ന ഈ 3 ലോകമുണ്ട്. പക്ഷേ വിസിബിളായിട്ട് നമുക്ക് കാണുന്നത് നമ്മൾ ഈ കാണുന്നത് മാത്രമേ ഉള്ളൂ. ഇതും ബാക്കിയുള്ള 2ഉം ഇൻവിസിബിളാണ്, പക്ഷേ ഉള്ളതാണ്. ഹല്ലേലൂയ. നമ്മൾ ഈ കാണുന്ന അവസ്ഥയിൽ തന്നെ അതുമുണ്ട്, പക്ഷെ നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. അത് കാണാനുള്ള കൃപ ലഭിക്കണമെങ്കിൽ, അത് കാണണമെങ്കിൽ കൃപ ലഭിക്കണം. കൃപ കിട്ടിയാലേ ആ ബാക്കിയുള്ള 2 ലോകത്തിലെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുള്ളൂ. അത് കൃപയാണ്, വിഷനാണ്. പരിശുദ്ധാത്മാവ് തരണം. ഈ പരിശുദ്ധാത്മാവ് അത് തരണമെങ്കിൽ എന്താ എലിജിബിലിറ്റി? ദൈവത്തിന് എന്നിൽ വിശ്വാസം ഉണ്ടാവണം. കാരണം ഈ കൃപ കിട്ടിയാൽ ഇവനിത് അനേകർക്ക് പകർന്നു കൊടുക്കും എന്നൊരു വിശ്വാസം ദൈവത്തിന് എന്നോട് തോന്നിയാലേ ഇതെല്ലാം ഓപ്പൺ ആക്കുകയുള്ളൂ. കർത്താവ് പറയൂലേ, ഈ ഒരു കണ്ണ് തുറക്കപ്പെടാൻ പ്രാർത്ഥിക്കുക. ഈശോ അന്ധനെ സുഖപ്പെടുത്തി എവിടാ? കർത്താവ് അന്ധനെ സുഖപ്പെടുത്തി ഏതെല്ലാം തരത്തിലാണ്? തുപ്പിച്ചെളി ഉണ്ടാക്കിയിട്ട് കർത്താവ് സുഖപ്പെടുത്തി. നിനക്ക് കാഴ്ച ഉണ്ടാവട്ടെ, നിൻ്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് സുഖപ്പെടുത്തിയിട്ടുണ്ട്. സീലോഹായിൽ പോയി കഴുകാൻ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാം അന്ധതയാണെങ്കിൽ ഒറ്റ രീതി കർത്താവിന് പ്രയോഗിച്ചാൽ പോരെ? കർത്താവ് എന്തിനാ? കർത്താവിൻ്റെ ഓരോ അത്ഭുതങ്ങളും യുണീക്കാണ്. ഓരോന്നിനും ഓരോ കർത്താവിൻ്റെ ഒരു സ്റ്റാമ്പുണ്ട്, ഒരു മുദ്രയുണ്ട്. ഓരോ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുമ്പോഴും, ഓരോ രോഗസൗഖ്യത്തിനും. അപ്പോൾ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? എല്ലാ അന്ധതയും ആത്മീയ അന്ധതയുമായിട്ടൊരു കണക്ഷനുണ്ട്. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ അന്ധതയ്ക്കും ആത്മീയ അന്ധതയുമായിട്ട് ഒരു കണക്ഷനുണ്ട് പ്രിയപ്പെട്ടവരെ. ആ കണക്ഷൻ ബ്രേക്ക് ആവാതെ നോക്കണം. ആത്മീയ അന്ധത എന്ന് പറയുന്നത് ബ്രേക്കായി ആത്മീയമായിട്ടുള്ളൊരു പ്രകാശം വരാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ആത്മീയതയിൽ എൻ്റെ കണ്ണ് ഓപ്പണായാൽ 3 അവസ്ഥകളിലുള്ള ലോകത്തെയും എനിക്ക് കാണാനായിട്ട് പറ്റണം. എന്നെ പാപത്തിലേക്ക് നയിക്കുന്ന തിന്മയുടെ ശക്തികളാകുന്ന ലോകത്തെ എനിക്ക് കാണാൻ പറ്റണം. എന്നെ വിശുദ്ധിയിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തെ എനിക്ക് കാണാൻ പറ്റണം. ആ ലോകത്തെ എനിക്ക് കാണാൻ പറ്റണം. ഞാനിപ്പോൾ ആയിരിക്കുന്ന ഈ ലോകത്ത് മറഞ്ഞിരിക്കുന്ന രൂപികളെ കാണാനായിട്ടും എനിക്ക് പറ്റണം. എല്ലാം ദൈവത്തിൽ നിന്നല്ല പ്രിയപ്പെട്ടവരെ. ലോകം, പിശാച്, ശരീരം, ഇത് 3നെയും നിങ്ങൾ ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിന് 3നും എതിരാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിനെതിരെ സാത്താൻ കൊണ്ടുവന്നിരിക്കുന്നതാണ് ലോകം, പിശാച്, ശരീരം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ശരീരമാണ്. ലോകത്തെ മാറ്റാൻ നിനക്ക് പറ്റില്ല, അതങ്ങനെ തന്നെ നിൽക്കും. ലോകത്തിൽ നിന്നും നിന്നെ മാറ്റാനേ നിനക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് ശരീരത്തെ നോക്കണം. ലോകം എന്ന് പറയുന്നത് അവസ്ഥയാണെങ്കിൽ അതങ്ങനെ തന്നെ നിൽക്കുക, അതിന് രൂപമാറ്റം വരില്ല. നിങ്ങളെങ്ങനെ മാറ്റാൻ നോക്കിയാലും മാറില്ല, പ്രകൃതി മാറില്ല. അല്ലെങ്കിൽ പ്രകൃതിയുടെ മേൽ വെളിപാട് 11:6 പറയുന്ന പോലെ അധികാരം ഉണ്ടാവണം. ഏലിയായിക്ക് ദൈവം കൊടുത്ത പോലെ അധികാരം കിട്ടണം പ്രകൃതി ശക്തികളുടെ മേൽ. മഴ പെയ്യണ്ട എന്ന് പറഞ്ഞാൽ പെയ്യാതിരിക്കാൻ. പ്രിയപ്പെട്ടവരെ, അതല്ലെങ്കിൽ ഈ ലോകത്തെ മാറ്റാൻ നമുക്ക് സാധിക്കത്തില്ല. പിന്നെ എനിക്ക് എന്താ മാറ്റാൻ പറ്റുന്നത്? എനിക്ക് എന്നെ തന്നെ മാറ്റാൻ പറ്റണം. ഈശോ പോലും ഒരു പിശാചിനെയും ബന്ധിക്കുന്നില്ല, പുറത്താക്കുന്നേ ഉള്ളൂ. അതെങ്ങോട്ട് പോയി ആവോ? അതെങ്ങോട്ട് വേണമെങ്കിലും പോകാം. ലോകം അവൻ്റേതായതുകൊണ്ട് അവൻ ഇഷ്ടമുള്ളിടത്ത് അതിന് വ്യാപരിക്കാം. സാത്താൻ യേശുവിനെ പരീക്ഷിച്ചപ്പോൾ പറഞ്ഞില്ലേ, ഈ കാണുന്ന മുഴുവൻ എൻ്റെയാണ്, ഇത് മുഴുവൻ എൻ്റേതാണ്, ഈ ലോകം മുഴുവൻ എൻ്റേതാണ്. നമ്മൾ ഈ ലോകത്തെയാണ്, ഈ അവൻ്റേതായിട്ടുള്ളത് തന്നെയാണ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒത്തിരി ഭക്ഷണം ശരീരത്തിന് കൊടുക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനീ പ്രസംഗിക്കുന്ന കേട്ടിട്ട് ഇവിടെ ഭക്ഷണം കുറവൊന്നുമില്ല, നിങ്ങൾക്ക് 3 നേരം തിന്നാനായിട്ടുള്ളത് ഇവിടെ ഉണ്ട്. തിരിച്ച് ഭവനത്തിലെത്തുമ്പോഴുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നിങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ കഴിച്ചു, നോ പ്രോബ്ലം. പക്ഷെ തിരിച്ച് ഭവനത്തിലെത്തിയതിന് ശേഷം പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. സ്പിരിച്വലി ഒരുപാട് വളരും നിങ്ങൾ.
സ്പിരിച്വലി വളരും. ഞാനാണ് ഏറ്റവും ഫൂഡിയാണ്, ഞാൻ ഏറ്റവും കൂടുതൽ ഭക്ഷണപ്രിയനാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഉപവാസം തന്നെ പ്രാർത്ഥനയായിട്ട് എടുക്കുന്നത്. എനിക്ക് പറ്റില്ല വിശന്ന് നിൽക്കാൻ, എനിക്ക് പറ്റാത്തതാണ് ചെയ്യുന്നത്. എനിക്ക് വിശന്ന് നിൽക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയ ടാസ്ക്കാണ്. അത് ചെയ്യുമ്പോഴേ കൃപ കിട്ടുകയുള്ളൂ. എനിക്ക് പറ്റാത്തത് ചെയ്യണം ദൈവത്തിൻ്റെ സന്നിധിയിൽ, അതാണ് കൃപ. അതേ കൃപയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ നമ്മൾക്കത് ചെയ്യാൻ പറ്റുന്നില്ലേ, അത് തന്നെ ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, ദൈവം ആയ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവൻ്റെ ശ്വാസം അവൻ്റെ നാസാരന്തരങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തി. മനുഷ്യനെ രൂപപ്പെടുത്താൻ സ്പെഷ്യൽ മെറ്റീരിയൽസ് ഒന്നും കർത്താവ് കൊണ്ടുവന്നില്ല സ്വർഗത്തിൽ നിന്ന്, ഭൂമിയിൽ നിന്നാണ് എടുത്തത്. ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തി. കർത്താവ് എത്ര സിമ്പിളായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് നോക്കിയാൽ നിങ്ങൾ. ഭൂമിയിലെ പൂഴി കൊണ്ട് എടുത്തിട്ട് കർത്താവ് ഒരു മരത്തിൽ കൊത്തിയെടുത്തിട്ട് അതിലേക്ക് വേണമെങ്കിൽ ജീവൻ്റെ ശ്വാസം നിശ്വസിക്കാം. ചെയ്തില്ല. എല്ലാം നിൽക്കുന്നത് എവിടെയാണ്? ഭൂമിയിലാണ്. വൃക്ഷങ്ങളും മനുഷ്യന് സ്വീകരിക്കാനുള്ളതെല്ലാം നിൽക്കുന്നത് ഭൂമിയിലാണ്. ഈ കാണുന്നതിന് എല്ലാത്തിനും നീ ഭരിച്ചോ എന്ന് പറഞ്ഞത് ഭൂമിയെ കൊടുത്തിട്ടാണ്. ഭൂമിയെ നീ ഭരിക്കണമെന്ന് പറഞ്ഞു. സകല പക്ഷി മൃഗാദികളുടെ മേലും അധികാരം കൊടുത്ത് കീഴടക്കാൻ പറഞ്ഞു. നീ പെരുകണമെന്ന് പറഞ്ഞു. എല്ലാം എവിടെയാണ്? ഭൂമിയിലാണ്. ഈ ഭൂമിയിൽ നിന്ന് തന്നെ, ആ മണ്ണുകൊണ്ട് തന്നെ അവൻ മനുഷ്യനെ രൂപപ്പെടുത്തി എന്നുള്ളതാണ്. ആ മണ്ണുകൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തി. ഇവിടെയാണ് മണ്ണിൻ്റെ പ്രാധാന്യം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മണ്ണ് മൂലം മനുഷ്യൻ മൂലം മണ്ണ് ശപിക്കപ്പെടാനായിട്ട് ഇടയുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. മനുഷ്യനിലൂടെ നിങ്ങൾ താമസിക്കുന്ന മണ്ണ് ശപിക്കപ്പെടാൻ കാരണം നിങ്ങൾ തന്നെ ആയിരിക്കുള്ളൂ. മനുഷ്യനിലൂടെ മാത്രമേ മണ്ണ് ശപിക്കപ്പെടുള്ളൂ. ഒരു കാലഘട്ടം കഴിഞ്ഞ് എനിക്ക് ഈ വീട്ടിൽ താമസിക്കാൻ ഭയങ്കര അസ്വസ്ഥതയാണ്. ഈ വീട്ടിൽ എനിക്ക് കയറാൻ തോന്നുന്നില്ല. ഈ വീട്ടിൽ കയറുമ്പോഴേ രോഗങ്ങളാണ്, ഭിന്നിപ്പാണ്. മണ്ണ് അശുദ്ധമാക്കിയത് മനുഷ്യൻ തന്നെയാണ്. മനുഷ്യൻ തന്നെ മണ്ണിനെ അശുദ്ധമാക്കുന്നുണ്ട്. മണ്ണിനെ അശുദ്ധമാക്കല്ലേ പ്രിയപ്പെട്ടവരെ? മണ്ണിനെ അശുദ്ധമാക്കിയാൽ അവിടെ ദൈവത്തിന് വസിക്കാൻ പറ്റില്ല. ദൈവം വസിക്കില്ല. ദൈവം വസിക്കണം. നമ്മുടെ മണ്ണിൽ, നമ്മുടെ ഭവനം ഇരിക്കുന്ന മണ്ണിൽ ദൈവം വസിക്കണം. എങ്ങനെ വസിക്കും ദൈവം? ദൈവത്തിന് വസിക്കാൻ ഞാൻ ദൈവത്തിനെ കുടിയിരുത്തും? അല്ല, കുടിയിരുത്തുന്നതെല്ലാം പിശാചിനെയാണ്. ദൈവം വസിക്കുന്നവനാണ്. കുടിയിരിക്കുന്നത് പിശാച. കുടിയിരിക്കുകയാണ്. അവകാശമില്ലാത്തിടത്ത് വന്ന് കുടിയേറി പാർക്കുന്നത് ദൈവമല്ല, പിശാച. അതുകൊണ്ട് കുടിയിരിക്കുന്നതിനെ പുറത്താക്കി വസിക്കാനുള്ളതിനെ അനുവാദം കൊടുക്കണം നിങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഭൂമിയിൽ നിന്ന് ദൈവം അതിലെ പൂഴി കൊണ്ട് മനുഷ്യന് രൂപം കൊടുത്ത് ജീവൻ്റെ ശ്വാസം, പ്രത്യേകം എടുത്തു പറയുന്നു, ജീവൻ്റെ ശ്വാസം. ദൈവം അവനിലേക്ക് നിശ്വസിച്ചു എന്ന് പറയുന്നില്ല. ജീവൻ്റെ ശ്വാസം വിശിഷ്ടമായതിന് ആ ക്യാപ്ഷൻ കൊടുത്ത് തന്നെയാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയത്. ജീവൻ്റെ ശ്വാസം, നിലനിൽപ്പിൻ്റെ ശ്വാസം. ആദി മാതാപിതാക്കന്മാരൊക്കെ എടുത്തു നോക്കിക്കോ നിങ്ങൾ. ആദിമ മനുഷ്യർക്ക് 500 മേലെങ്കിലും അവർക്ക് ആയുസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒത്തിരി വർഷങ്ങൾ അവർക്ക് ആയുസ് ഉണ്ടായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് ഈ ആയുസിൻ്റെ കണക്ക് പുസ്തകം എടുക്കുമ്പോൾ അത് കുറഞ്ഞ് 90-ാം സങ്കീർത്തകൻ പറയുന്നു ഏറിയാൽ 70 അല്ലെങ്കിൽ 80 അവിടം വരെ എത്തി നിൽക്കുകയാണ് ശ്വാസം, നമ്മളുടെ ജീവശ്വാസത്തിൻ്റെ. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? കർത്താവിന് നമ്മളിലേക്ക് നിശ്വസിക്കാൻ തോന്നുന്നില്ല എന്നല്ലേ? ആയുസ് കുറയാൻ കാരണം എന്താ? ദൈവത്തിന് ജീവൻ്റെ ശ്വാസം എന്നിലേക്ക് നിശ്വസിക്കാൻ കഴിയുന്നില്ല. ദൈവത്തിന് നിശ്വസിക്കാൻ പറ്റുന്നില്ല, ശ്വസിക്കാൻ പറ്റുന്നില്ല. പറ്റാതായി പോകുന്നത് എപ്പോഴാണ്? എന്നിൽ പാപം അധികരിക്കുമ്പോഴാണ്. ആയുസ്സെത്താതെ മരിക്കരുത്. ആയുസ്സെത്തിയതിന് ശേഷം ജീവിച്ചിരിക്കാനും പാടില്ല. ഇത് രണ്ടും അപകടമാണ്. ആയുസ്സെത്താതെ മരിക്കുന്നത് അപകടമാണ്. ആയുസ് കഴിഞ്ഞ് ഭൂമിയിൽ നിൽക്കുന്നതും അപകടമാണ്. നിലനിൽക്കില്ല രണ്ടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ദീർഘായുസ്സല്ല, ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് കൽപ്പിച്ച ദിവസങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള കൃപയാണ് വേണ്ടത്. മറ്റു മതസ്ഥരാണ് ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ക്രിസ്ത്യാനിസിന് ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന രീതി നമ്മൾക്കില്ല. നമ്മൾക്ക് ഒറ്റ രീതിയുള്ളൂ, ദൈവം അനുവദിച്ച ആയുസ് കംപ്ലീറ്റ് ചെയ്യാം. നീ ജനിച്ച ദിവസം തന്നെ നീ മരിക്കേണ്ട ദിവസവും സ്വർഗത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ? നിൻ്റെ ബർത്ത്ഡേ 21 ആണോ? നിൻ്റെ മരിക്കുന്ന ഡേറ്റും അന്ന് തന്നെ കർത്താവ്
നോട്ട് ചെയ്തിട്ടാണ് ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞോ, നിങ്ങൾ ഉറങ്ങി തീർത്തോ? ഒരു ദിവസം തീർന്നു നിങ്ങളുടെ ആയുസ്സിലെ. നിങ്ങളുടെ ആയുസ്സിൻ്റെ നിങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ, എൻ്റെ കണക്ക് പുസ്തകത്തിൽ, ആയുസ്സിൻ്റെ കണക്ക് പുസ്തകത്തിൽ ഒരു ദിവസം മൈനസ് ചെയ്തു കർത്താവ്. നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെന്ന് വിചാരിച്ച ആയുസ് കൂടുതലാണെന്ന്. ഇല്ല, കൽപ്പിച്ചതേ കിട്ടുള്ളൂ. കൽപ്പിച്ച ദിനങ്ങളേ ഉള്ളൂ. അനുവദിക്കപ്പെട്ടിരിക്കുന്ന വളരെ കുറച്ച് ദിനങ്ങളേ ഉള്ളൂ. ഉണർവോടുകൂടി ഇരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. ദൈവത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാലും തരക്കേടില്ല. ദൈവത്തിന് എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ ഒന്നും കിട്ടില്ല, ഒന്നും നേടിയെടുക്കാൻ പറ്റില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ദൈവത്തോടുള്ള വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു, ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. ദൈവം തിരിച്ചെന്നെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവം സഹനം തന്നു, ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു, വീണ്ടും വിശ്വാസം വന്നു. സിമ്പിളാണ് കർത്താവിന്. പക്ഷെ ദൈവത്തിന് എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ കാര്യം എന്താ? ഞാൻ പാപം ചെയ്തു, വീണ്ടും പാപം ചെയ്തു, വീണ്ടും പാപം ചെയ്തു, വീണ്ടും പാപം ചെയ്തു. ദൈവത്തിന് എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. തിരിച്ചു പിടിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് മൈനസ് ചെയ്യണം. അത് മൈനസ് ചെയ്യുമ്പോൾ ദൈവം പ്ലസ്സായി പരിശുദ്ധാത്മാവിനെ തരും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നൊരു വസ്തുവല്ല, ഇതിനകത്ത് തന്നെ ഉണ്ട്. അതിൻ്റെ മറ നീക്കി പുറത്തു വരുന്നത് മാത്രമേ ഉള്ളൂ. പാപത്തെ ഒഴിവാക്കുമ്പോൾ ഇത് മറ നീക്കി പുറത്തു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ചെല്ലുന്നിടം നമ്മളിലൂടെ അനുഗ്രഹിക്കപ്പെടണം പ്രിയപ്പെട്ടവരെ. നമ്മൾ ചെല്ലുന്നിടം നമ്മളിലൂടെ ശപിക്കപ്പെടരുത്. നമ്മൾ ചെല്ലുമ്പോൾ അവിടെ അനുഗ്രഹമായിട്ട് മാറണം. നമ്മൾ ചെല്ലുന്ന സ്ഥലം അനുഗ്രഹമായിട്ട് മാറ്റപ്പെടണം. എവിടെ ചെന്ന് കാലുകുത്തുന്നുവോ അവിടം അനുഗ്രഹമായിട്ട് മാറ്റപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളിലൂടെ ഒരാൾക്ക് നിങ്ങൾ പ്രാർത്ഥന ഓഫർ ചെയ്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ടാകണം, അല്ലെങ്കിൽ നിനക്ക് ദുരിതമാണ്. ഒരാളോട് പറയാം, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം. ആ സെക്കൻഡിൽ അത് ചെയ്തിട്ടുണ്ടാവണം, ആ സെക്കൻഡിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് വരെ നിങ്ങളുടെ പേഴ്സണൽ മാസിൽ നിന്ന് കർത്താവ് ഇത് വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ നിങ്ങളൊരു രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരിക്കും, നിങ്ങൾ വേറൊരാൾക്ക് പ്രാർത്ഥന ഓഫർ ചെയ്തിട്ടുണ്ടാവും, അത് മറന്നു പോയിട്ടുണ്ടാവും. പക്ഷേ അത് മറന്നുപോയിട്ട് നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് ദൈവം ഓരോ പ്രാർത്ഥനയിലും അയാൾക്കുള്ള വിഹിതം കൊടുത്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ഒരാൾക്ക് നിങ്ങൾ പ്രാർത്ഥന, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ, അപ്പോൾ തന്നെ നിങ്ങൾ അവിടെ തന്നെ നിന്ന്, കർത്താവേ ഈ വ്യക്തിയുടെ മേൽ കരുണയായിരിക്കണേ, ഒറ്റ പ്രാർത്ഥന, തീർന്നു. അത് ചെയ്തിട്ടില്ലേ, സമർപ്പിച്ചിട്ടില്ലേ, നിങ്ങളിൽ നിന്ന് ഇത് കർത്താവ് അയാൾക്ക് കൊടുത്തുകൊണ്ടിരിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കും, ചുറ്റുപാടെല്ലാം നന്നായിക്കൊണ്ടിരിക്കും, നിങ്ങൾ ശുഷ്കിച്ചു പോവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ബിസിനസ്സാണ്. ബുദ്ധിപൂർവ്വം അത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പ്രാർത്ഥിച്ച് മടുക്കും. നമ്മൾ പ്രാർത്ഥിച്ച് മടുക്കും, നേടി ഒന്നും എടുക്കുകയുമില്ല. ഇറ്റ്സ് എ ബിസിനസ്, സ്പിരിച്വൽ ബിസിനസ്സാണ് പ്രാർത്ഥന, സ്പിരിച്വൽ ബിസിനസ്സാണ്. ബുദ്ധിയോടുകൂടെ അതിനെ കൈകാര്യം ചെയ്യണം. ഒരുപാട് പ്രാർത്ഥിക്കുന്നതിൽ ദൈവം സംപ്രീതനാവില്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് കൊടുത്ത വിഹിതം, അത് കൊടുത്തത് തിരിച്ച് ചോദിക്കരുത്. ആരാധനകൾ തിരിച്ച് ചോദിക്കരുത്. അതായത് നമ്മളൊരു ആരാധന ദൈവത്തിന് സമർപ്പിച്ചിട്ട് പറയുകയാണ്, കർത്താവേ എൻ്റെ ഈ ആവശ്യത്തിൽ ഇടപെടണം. അപ്പോൾ ഞാൻ കൊടുത്ത ആരാധന ഞാൻ തന്നെ തിരിച്ചു മേടിച്ചു. ഓക്കെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പ്രാർത്ഥനയല്ല, അത് ആരാധനയായിട്ട് സ്വീകരിക്കപ്പെട്ടുമില്ല. ആരാധിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഇൻറ്റൻഷൻ പുറകെ ചെല്ലുകയാണ്. ആരാധന ദൈവം തിരിച്ച് എന്നിലേക്ക് തന്നെ തരും. അപ്പോൾ അത് ഞാൻ എന്നെ തന്നെ പൂജിക്കുന്ന വ്യക്തി പൂജയായിട്ട് അത് മാറ്റപ്പെട്ടു. ഞാൻ എന്നെ തന്നെ പൂജിക്കുക. കാരണം ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് അതിന് പുറകെ എൻ്റെ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ ആ ആരാധനകളെല്ലാം തിരിച്ച് എന്നിലേക്ക് അതിനെ പോരുകയാണ്. ദൈവത്തിന് കൊടുക്കുക ആരാധന. കർത്താവെ, നിസ്വാർത്ഥമായി ഞാൻ നിന്നെ ആരാധിക്കുന്നു. നീ എനിക്കൊന്നും തന്നില്ലെങ്കിലും ഞാൻ നിന്നെ ആരാധിക്കുന്നു. നീ എന്നെ എല്ലാ രീതിയിലും ക്രൂശിച്ചാലും ഞാൻ നിന്നെ ആരാധിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കർത്താവെ, നീ ഈ കഷ്ടത എനിക്ക് തന്നാലും ഞാൻ നിന്നെ ആരാധിക്കുന്നു. ഇതിന് നിങ്ങൾക്ക് പലിശ കിട്ടും. കാരണം ഇത് ഡെപ്പോസിറ്റ് ചെയ്തതാണ്, തിരിച്ചെടുക്കുന്നില്ല, FD ആണ്. അതിന് ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കും.
ഏതെങ്കിലും നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ അതിൻ്റെ പലിശ കൊണ്ട് നിനക്ക് ജീവിക്കാൻ പറ്റും. നീ ചോദിക്കുന്നതിന് മുൻപേ ദൈവം ഈ കിട്ടിയിരിക്കുന്ന വിഹിതത്തിൽ നിന്ന് നിനക്കുള്ളത് തിരിച്ചു തന്ന് നിന്നെ തീറ്റിപ്പോറ്റും നിൻ്റെ തമ്പുരാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുമില്ലായ്മയിലേക്ക് നീ ഒരിക്കലും പോവില്ല. നിനക്കൊരു മാരകരോഗം വന്നാലും നീ കൊടുത്തിരിക്കുന്ന ആരാധനയിൽ നിന്നുള്ള വിഹിതം കൊണ്ട് അത് മരുന്ന് ഫലിക്കും, സൗഖ്യമാക്കപ്പെടും. ഹല്ലേലൂയ. ചില രോഗങ്ങൾ വന്നു, അത് മൂർച്ഛിച്ചു, മരണത്തിലേക്ക് പോകുന്നത് എന്താ? ആ രോഗം സൗഖ്യമാക്കപ്പെടാൻ, ആ രോഗം വരുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആ കുടുംബത്തിൽ നിന്ന് ആരാധനയുടെ വിഹിതം ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളിപ്പോഴേ ദൈവത്തിലേക്കൊരു ഡെപ്പോസിറ്റ് ഇടണം. ആരാധനയുടെ, പ്രാർത്ഥനയുടെ ഡെപ്പോസിറ്റ് ദൈവത്തിലേക്ക് ഇട്ട് വെച്ചേക്കുക. ദൈവമേ, ഞാൻ നിന്നെ ആരാധിക്കുന്നു, യേശുവേ ഞാൻ നിന്നെ ആരാധിക്കുന്നു. തിരിച്ചൊന്നും ചോദിക്കരുത്. ആരാധിക്കുന്ന ദൈവമേ, യേശുവേ ഞാൻ നിന്നെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. വെള്ളിയാഴ്ചകളിൽ നിങ്ങൾ ഉപവസിക്കണം. വ്യാഴാഴ്ച രാത്രി ഭക്ഷണം കഴിക്കുക. വെള്ളിയാഴ്ച വെള്ളം പോലും കുടിക്കരുത്. പിന്നെ ശനിയാഴ്ച രാവിലെ വെള്ളം കുടിക്കാവും. ശരീരം അനുവദിക്കുന്നവരങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്തു നോക്കിക്കോ. ആഴ്ചയിൽ ഒരു ദിവസം ദൈവത്തിന് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ ദശാംശം കൊടുക്കുകയാണ്. ഒരസുഖവും നിങ്ങളുടെ ശരീരത്തിൽ മരണം വരെ വരില്ലെന്ന് എഴുതി വെച്ച് തരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെള്ളം പോലും കുടിക്കരുത്. വെള്ളിയാഴ്ചകൾ ക്രിസ്തു മരിച്ചത് ഒന്നും കഴിക്കരുത്. വ്യാഴാഴ്ച രാത്രിത്തെ ഭക്ഷണത്തോടുകൂടെ അടക്കം ചെയ്യണം, കല്ലറയിൽ അടക്കം ചെയ്യണം. 3-ാം ദിവസം ഉയർക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശനിയാഴ്ച ഉയർത്തെഴുന്നേൽക്കണം ഭക്ഷണവുമായിട്ട്. പ്രതികാരം ചെയ്യാനുള്ള ഭക്ഷണമായിട്ട് ഉയർത്തെഴുന്നേൽക്കരുത്. വെള്ളിയാഴ്ചത്തെ പ്രതികാരം ചെയ്യാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉപയോഗിക്കരുത്. മിതമായിട്ടേ അവിടെയും കഴിക്കാവൂ. ഹല്ലേലൂയ. ഞങ്ങൾ ഒരു ധ്യാന ടീം എന്നെ കാണാൻ വേണ്ടി വന്നു. അതിലൊരാൾക്ക് വയറിന് നിരന്തര അസുഖമാണ്. അപ്പോൾ ഈ ടീം വന്നിട്ട് പറഞ്ഞു, ബ്രദറെ, അവർ വന്നത് ഇവിടെ നിന്നാണ്, കുന്നംകുളം, ആ ഭാഗത്ത്, കുന്നംകുളം അല്ല, ഇവിടെ തൃപ്രയാർ കഴിഞ്ഞിട്ട് ആ ഒരു ഭാഗം, തൃശ്ശൂർ തൃപ്രയാർ ആ ഭാഗത്ത് എവിടെയാണ്, കൊടുങ്ങല്ലൂർ ആ ഭാഗത്ത് എവിടെയാണ്. വന്നിട്ട് പറഞ്ഞ് ഞങ്ങളിങ്ങനെ 7 പേര് കൂടി ധ്യാനിപ്പിക്കുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾക്കൊരു ക്ലാസ് തരണം. 3 ദിവസത്തെ ധ്യാനം 7 പേർക്ക് കൊടുത്തു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരാളാണ് സ്ഥിരം ഉപവസിക്കുന്നത്. അയാൾക്ക് എപ്പോഴും വയറിന് പ്രശ്നമാണ്. അപ്പോൾ ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വന്നിട്ട് പറഞ്ഞു, ഈ മൊത്തം ടീമിൽ ആർക്കും ഉപവസിക്കാൻ പറ്റില്ല, ഞാനോ ഉപവസിക്കാം. ഓക്കെ, നമ്മൾ നല്ല കാര്യം. ഈ ടീമിന് വേണ്ടി ഞാൻ ഉപവസിക്കും എല്ലാ വെള്ളിയാഴ്ച. നല്ല കാര്യം. എല്ലാ വെള്ളിയാഴ്ച അല്ല, മിക്കവാറും ദിവസങ്ങൾ ഉപവസിക്കും. പക്ഷേ എനിക്ക് വയറിന് തീരെ വയ്യ ബ്രദറെ, വയറിന് അസുഖങ്ങളാണ്. ഞാൻ ചോദിച്ചു, ഉപവസിച്ചുകൊണ്ട് പാപം ചെയ്യാറുണ്ടോ? ഉപവാസത്തിൽ നിൽക്കുമ്പോൾ പാപം ചെയ്താൽ വലിയ രോഗങ്ങൾ വരും. പറഞ്ഞു, ഉപവസിക്കുമ്പോൾ പാപം ചെയ്യുമോ? അങ്ങനെ ബോധപൂർവമുള്ള മാരകപാപങ്ങളിലേക്കൊന്നും ചെയ്യാൻ അവന് കുറ്റം പതിക്കുമോ? കുറ്റം പറയാറുണ്ടോ? നുണ പറയാറുണ്ട്. ഈ നുണ പറഞ്ഞിട്ട് ആ ഉമിനീരിറക്കുമോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. നുണ പറഞ്ഞതിന് ശേഷം ഉമിനീരിറക്കും അല്ലേ? ഉപവാസത്തിൻ്റെ സമയത്ത് ശരീരം സ്വീകരിക്കുന്ന ഭക്ഷണം ഉമിനീരാണ്. അതിൽ ഞാൻ നുണ, കുറ്റം വിധിക്കൽ, പരദൂഷണം, ഏഷണി, നാവ് കൊണ്ട് ശപിക്കൽ, ഇതെല്ലാം ചെയ്യും. ഇതെല്ലാം ചെയ്ത് ഇറക്കി. ഓക്കെ, അതൊന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ചെന്നാൽ ഇതിവിടെ വർക്ക് ചെയ്യും, ഇതിവിടെ പ്രവർത്തിച്ചു തുടങ്ങും. നാവടക്കണം പ്രിയപ്പെട്ടവരെ. ഉപവാസം എന്ന് പറഞ്ഞാൽ അധരം തുറക്കരുത്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമല്ല ഈ സംഭവം. ഉപവാസം എന്ന് പറഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്യണം. എല്ലാ അർത്ഥത്തിലും അധരം ക്ലോസ് ചെയ്യുന്നതിൻ്റെ പേരാണ് ഉപവാസം. ഹല്ലേലൂയ. എല്ലാ അർത്ഥത്തിലും അധരത്തെ അടച്ചു പൂട്ടണം. ഇനിയൊരു എൻട്രി ഇല്ല. ഇത് മാലിന്യ സംസ്കരണ പ്ലാന്റ് ആണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിലേക്കുള്ളൊരു തുറവിയാണല്ലോ ഇത്. ഓക്കെ, അതിലേക്ക് കയറ്റി വിടുന്ന സംഭവം ഇത്. നമ്മൾ പറയുന്ന ഓരോ വാക്കും രോഗമായിട്ട് ഇറക്കുന്നുണ്ട്, ശാപമായിട്ട് നമ്മൾ തന്നെ വിഴുങ്ങുന്നുണ്ട്. ഒരു കെട്ട വാക്ക്, നീ നശിച്ചു പോകും എന്നൊരു വാക്ക് പറഞ്ഞാൽ ഇത് ഇവിടെ തന്നെയാണ് പറയുന്നത്. അടുത്ത നിമിഷം തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മതി, നേരെ ഉദരത്തിലെത്തിയത്. രോഗിയാക്കിയ, മാരക രോഗിയാക്കിക്കൊണ്ടിരിക്കുക. എന്നാൽ ഞാൻ മാരക പാപം ചെയ്യുന്നുണ്ടോ? ഇല്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഉപവാസം നിങ്ങൾക്ക് മാരക രോഗത്തിലേക്ക് വരുത്തി വയ്ക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇദ്ദേഹത്തോട് വെച്ച് ഇത് ചെയ്യാറുണ്ടോ? ഞാൻ ചോദിച്ചു, എങ്ങനെ ഉപവാസം അവസാനിപ്പിക്കുന്നത്? ഉപവാസം അവസാനിപ്പിക്കുന്ന നല്ല ചിക്കൻ ഫ്രൈയോ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട്
ഞാൻ ചിക്കൻ ഫ്രൈയോ ഉപവാസം അവസാനിപ്പിക്കാനായിട്ടേ, കാരണം അത്രയും വിശന്ന് നിൽക്കുകയല്ലേ. പ്രോട്ടീൻ ചെല്ലട്ടെ. ഞാൻ പറഞ്ഞു വറുത്ത പ്രോട്ടീൻ തന്നെ ആദ്യം ചെല്ലണമല്ലേ, വറുത്ത് വെച്ച പ്രോട്ടീൻ തന്നെ ആദ്യം ശരീരത്തിലേക്ക് ചെല്ലണം. പ്രിയപ്പെട്ട ദൈവജനമേ, ഉപവാസം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ, ആദ്യം ഉപവാസം അവസാനിപ്പിക്കുന്ന വ്യക്തി ആദ്യം എടുക്കുന്ന ഭക്ഷണത്തിന് മുൻപ് അധരത്തെ ഒരുക്കണം. അധരത്തെ ഒരുക്കി പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ സമയം മുതൽ ഈ സമയം വരെ ഞാനൊന്നും കഴിച്ചിട്ടില്ല, ഇനിയിപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഈ നാവ് കൊണ്ട് ഞാൻ ചെയ്തു പോയ തെറ്റുകൾ, കുറ്റങ്ങളെല്ലാം നീ കരുണയാൽ ക്ഷമിക്കണമേ. എൻ്റെ നാവിൻ്റെ നവമുകുളങ്ങളെ അവിടുന്ന് ഊർജ്ജസ്വലമാക്കണമേ. അതിനെ നീ ആരോഗ്യമുള്ളതാക്കി മാറ്റണമേ. ഞാൻ കഴിക്കുന്ന ഭക്ഷണം രോഗത്തിന് കാരണമാകരുതേ എന്ന് പറഞ്ഞുകൊണ്ട് അധരത്തെ ഒരുക്കി കുരിശടയാളം വരച്ച് നമ്മൾ പ്രാർത്ഥിച്ചൊരുക്കാതെ ഉപവാസത്തെ അവസാനിപ്പിക്കരുത്. അതല്ലെങ്കിൽ എല്ലാ ഉപവാസവും നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് തരും. ഓരോ ഉപവാസം കഴിയുമ്പോഴും നിങ്ങൾക്ക് ഗ്യാസ് വന്ന് ഫോം ചെയ്യും. എടുക്കരുത്. നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങൾക്ക് എമ്പക്കം വരുന്നുണ്ടോ? ഉപവസിക്കരുത്. നിങ്ങൾക്കതിന് യോഗ്യതയില്ല. ഉപവസിക്കുന്ന വ്യക്തി ഈ ഒരു സൈറൺ ശരീരം മുഴക്കുന്നുണ്ടെങ്കിൽ ഉപവസിക്കരുത്. നിങ്ങൾക്ക് അതിനുള്ള ശരീരം അനുവദിക്കുന്നില്ല എന്ന് ഉറപ്പാണ്. പിന്നെ നിങ്ങളുടെ മോഷൻ നിങ്ങൾ ചെക്ക് ചെയ്യണം. അതിലും ചില വ്യത്യാസങ്ങൾ കണ്ടാൽ ഉപവസിക്കരുത്. അങ്ങനെ കുറേ ശരീരം തരുന്ന സൈനെല്ലാം നിങ്ങൾ സ്വീകരിച്ചിട്ട് ഉപവസിക്കാവും. നോമ്പ് കാലഘട്ടമായതുകൊണ്ടാണ് ഇതിനെപ്പറ്റി പറഞ്ഞത്. കുറേ പേര് ഉപവസിക്കുന്നവരുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റാത്തതാണെങ്കിൽ നിങ്ങൾ എടുക്കരുത്. ആഴ്ചയിലൊരിക്കലും നിങ്ങൾ ഉപവസിച്ചാൽ, ഞാൻ പറഞ്ഞില്ല, അത് വെള്ളിയാഴ്ച ഉപവസിക്കുമ്പോൾ വ്യാഴാഴ്ച രാത്രി ഇത് ക്ലോസ് ചെയ്യണം, ശനിയാഴ്ച രാവിലെ ഇത് ഓപ്പൺ ചെയ്യണം. ശരിക്കും വെള്ളിയും ശനിയും ഉപവസിക്കേണ്ട ദിവസങ്ങളാണ്. കാരണം വെള്ളിയാഴ്ച ക്രിസ്തുവിനെ പ്രതിയും ശനിയാഴ്ച പരിശുദ്ധ അമ്മയോടുള്ള വണക്കത്തെ പ്രതിയും ഉപവസിക്കണം. ഇത് രണ്ടും നമ്മൾ ഉപവസിക്കുമെങ്കിൽ നിങ്ങൾ സ്പിരിച്വലി ഒരു കാലത്തും വീഴൂല. ഏതെല്ലാം പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും നിങ്ങൾ ഒരു കാലത്തും വീഴാതിരിക്കണമെങ്കിൽ വെള്ളി ശനി ദിവസങ്ങളിൽ ഉപവസിച്ചാൽ മതി. വീഴത്തില്ല. സ്പിരിച്വലി നിങ്ങൾക്ക് ആ കൃപ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഒരാഴ്ചയിൽ നിങ്ങൾക്കൊന്നും പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിലും ആ ആഴ്ചയിൽ ഒരു ദിവസം എടുക്കുന്ന ഉപവാസം നിങ്ങളുടെ ഒരാഴ്ചത്തെ പ്രാർത്ഥനയ്ക്ക് ഈക്വലായിട്ടുള്ള ഫലം നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കുണ്ടാകേണ്ടതാണ് വിശ്വാസം. ഈ വിശ്വാസം നിങ്ങൾ ദൈവത്തോട് കാണിച്ചാൽ കർത്താവിന് നിങ്ങളിൽ വിശ്വാസം വർദ്ധിക്കും. നിന്നെക്കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ടെന്ന് കർത്താവ് മനസ്സിലാക്കി നിന്നിൽ ദൈവം അനുഗ്രഹങ്ങൾ നിറയ്ക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ രൂപപ്പെടുത്തിയതിന് ശേഷം അവൻ ഓക്കെയാണെന്ന് കണ്ടപ്പോൾ നാസാരന്ധ്രങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും മനുഷ്യനെന്ന് പറയുന്ന ജഡത്തിൻ്റെ നാസാരന്ധ്രത്തിലേക്ക് ദൈവം നിശ്വസിക്കുകയാണ് ചെയ്തത്. നിശ്വസിച്ചപ്പോൾ ഈ ജഡം ആകുന്ന മണ്ണ് ചലിക്കാൻ തുടങ്ങി, ജീവൻ ഉണ്ടാവാൻ തുടങ്ങി. ഹല്ലേലൂയ. നമ്മൾ നിശ്വസിക്കുമ്പോഴും ഇതുപോലെ ഓക്സിജൻ എന്ന് പറയുന്ന പോസിറ്റീവ് എനർജി മറ്റുള്ളവരിലേക്ക് പോകണം. എങ്കിൽ മാത്രമാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കത്തുള്ളൂ, പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയത്തുള്ളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ നിശ്വസിക്കുമ്പോൾ നമ്മളിൽ നിന്ന് ഓക്സിജൻ പോകത്തില്ല, നമുക്കറിയാം. പക്ഷേ ദൈവത്തിൻ്റെ ചൈതന്യം പുറത്തു വരണം നമ്മൾ നിശ്വസിക്കുമ്പോൾ പോലും. അത്തരത്തിൽ നമ്മുടെ ശരീരത്തെ, ആത്മാവിനെ നമ്മൾ ഒരുക്കുന്നിടത്ത് പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ കുടുംബം അനുഗ്രഹത്തിൽ എക്കാലവും നിലനിൽക്കും. അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തോ, പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാൻ പറ്റും. ഇവിടെ പറയുന്നു, അവിടുന്ന് കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു. കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കാൻ സ്വാദമുള്ള പഴങ്ങൾ കായ്ക്കുന്ന എല്ലാത്തരം വൃക്ഷങ്ങളും അവിടുന്ന് മണ്ണിൽ നിന്ന് പുറപ്പെടുവിച്ചു. ജീവൻ്റെ വൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും തോട്ടത്തിൻ്റെ നടുവിൽ അവിടുന്ന് വളർത്തി. ജീവൻ്റെ വൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും തോട്ടത്തിൻ്റെ നടുവിൽ അവിടുന്ന് വളർത്തി. കിഴക്ക് ഏദനിൽ
ഒരു തോട്ടമുണ്ടാക്കി മനുഷ്യനെ അവിടെ പാർപ്പിച്ചു. എല്ലായിടത്തും കർത്താവ് മനുഷ്യന് അധികാരം കൊടുത്തിട്ടില്ല. ഒരു ഏരിയ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്ക് ഒരു ഏരിയ ദൈവം തരും. അവിടെ നിങ്ങൾ ക്ലച്ച് പിടിക്കുകയുള്ളൂ. അവിടെ മാത്രം. അവിടെ ഞാൻ പറഞ്ഞില്ലേ 3 ലോകങ്ങളെ പറ്റി പറഞ്ഞു ഞാൻ നേരത്തെ. അതിൻ്റെ മറ്റൊരു സംഭവമാണ് ഈശോയുടെ പറയുന്നത്. നടുക്ക് ജീവൻ്റെ വൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും ദൈവം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. 3 കാലഘട്ടങ്ങൾ നമുക്കറിയാം. പിതാവിൻ്റെ, പുത്രൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ 3 കാലഘട്ടം. ഉൽപ്പത്തി പിതാവിൻ്റേതാണെങ്കിൽ നമ്മൾ വായിക്കുന്ന 4 സുവിശേഷങ്ങൾ പുത്രൻ്റേതും, അപ്പോസ്തല പ്രവർത്തനം നടപടി 2 മുതൽ ഇങ്ങോട്ട് പരിശുദ്ധാത്മാവിൻ്റെ 3 കാലഘട്ടങ്ങളാണ്. ഈ കാലഘട്ടങ്ങളിലൂടെ നമ്മളിപ്പോൾ 3-ാമത്തെ കാലഘട്ടത്തിൽ ജീവിക്കുക. ഇനി അടുത്ത കാലഘട്ടം ക്രിസ്തുവിൻ്റെ 2ാം വരവാണ്. ഒരുക്കുകയാണ് സഭയെ ആദിമ കാലഘട്ടത്തിൽ പ്രവാചക ഗണം ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കി. അത് സ്നാപകൻ വരെ വന്നു നിന്നു. അതിനുശേഷം ക്രിസ്തു വന്നു. ക്രിസ്തുവിൻ്റെ കാലഘട്ടം എത്തി. ക്രിസ്തുവിൻ്റെ കാലഘട്ടം എത്തിക്കഴിഞ്ഞപ്പോൾ ക്രിസ്തു ജനങ്ങളെ ഒരുക്കി. അവൻ ദൈവരാജ്യത്തെക്കുറിച്ച്, വരാനിരിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് അവൻ തനിച്ച് പ്രസംഗിച്ചു. ആ വരാനിരിക്കുന്ന കാലഘട്ടം, അതായത് നിങ്ങൾ പ്രവേശിക്കേണ്ടത്, സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം, നിത്യതയിലേക്ക് പ്രവേശിക്കണം. കർത്താവ് അത് പ്രസംഗിച്ചതിന് ശേഷം കർത്താവ് പോയപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രസംഗിച്ചോ എന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അത് പ്രസംഗിക്കാനുള്ള തടസ്സം മാറ്റാൻ ദൈവം അവർക്ക് അധികാരം കൊടുത്തു. തിന്മയുടെ എല്ലാ ശക്തികൾക്ക് മേലും, തിന്മയുടെ എല്ലാ അരൂപികൾക്ക് മേലും ദൈവമായ കർത്താവ് മനുഷ്യന് അധികാരം കൊടുത്ത് ഏൽപ്പിച്ചു കൊടുത്തു. ഈ അധികാരം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ഈ അധികാരത്തെ ഉപയോഗിക്കണം. ഈ അധികാരത്തെ നമ്മൾ ഉപയോഗിക്കണം. ഇതുപയോഗിച്ചാൽ നമുക്ക് ലഭിക്കുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടണമെങ്കിൽ അധികാരം ഉപയോഗിക്കാത്തവന് അഭിഷേകം കിട്ടില്ല. അഭിഷേകം കൊണ്ട് ഒന്നിനെയും നിങ്ങൾക്ക് ബന്ധിക്കാൻ പറ്റില്ല. അധികാരം കൊണ്ടേ എന്തിനെങ്കിലും നിങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ പറ്റുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിങ്ങൾക്ക് തിന്മയെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. അതിന് അധികാരം ഉപയോഗിക്കണം. അതാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അധികാരം ഉപയോഗിക്കണം. തിന്മയെ കീഴ്പ്പെടുത്തണമെങ്കിൽ അഭിഷേകമല്ല യൂസ് ചെയ്യേണ്ടത്, അധികാരം വേണം. തിന്മയ്ക്കുമേൽ അധികാരം വേണം. ഹല്ലേലൂയ. പൈശാചിക ശക്തികൾക്കുമേൽ അധികാരം വേണം. ഇപ്പം നിങ്ങൾ മദ്യപിക്കാനൊരു അരൂപി നിങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് നിങ്ങൾ എന്ത് അഭിഷേകം കൊണ്ട് കീഴ്പ്പെടുത്തും പ്രിയപ്പെട്ടവരെ? പറ്റില്ല. മദ്യപിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അഭിഷേകം വരുമോ? ഇല്ല. പക്ഷെ അവനിൽ എന്തുണ്ട്? അധികാരമുണ്ട്. അത് നിങ്ങൾ എത്ര പാപം ചെയ്താലും ആ അധികാരം, നിങ്ങളിൽ പ്രവർത്തിക്കുന്ന തിന്മയെ ബന്ധിക്കാനുള്ള അധികാരം, നിങ്ങളിൽ എത്ര പാപമുണ്ടെങ്കിലും നിങ്ങളിൽ നിന്നത് മാറ്റപ്പെടുന്നില്ല. നിങ്ങളിൽ തന്നെ ഉണ്ടത്, ഓരോരുത്തരിലും ഉണ്ട്. നിങ്ങൾ എത്ര പാപം ചെയ്താലും ആ അധികാരം ഒരിക്കലും നിങ്ങളൊന്നും വിട്ടു പിരിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അധികാരമാണ് നമ്മുടെ ആത്മസ്ഥിതിയെ കെടുത്തുന്ന തിന്മയ്ക്കെതിരെ പ്രയോഗിക്കണം. തിന്മയ്ക്കെതിരെ പ്രയോഗിക്കണം. ആ തിന്മയ്ക്കെതിരെ അധികാരത്തെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട ദൈവജനമേ, ആ അധികാരം ആ തിന്മ നിൻ്റെ അധികാരത്തെ പ്രതി നിന്നിൽ മുട്ടുമടക്കും. സൗഖ്യം കിട്ടും. നമ്മൾ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അധികാരം ഉപയോഗിച്ചിട്ട് വേണം പ്രാർത്ഥിക്കാൻ. നിങ്ങൾക്ക് ക്യാൻസർ വന്നു, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എന്നെ ഭരിക്കുന്ന ഈ ക്യാൻസർ സെൽസിനെ, ക്യാൻസറിൻ്റെ അരൂപിയെ ബന്ധിച്ചു പുറത്താക്കുന്നു. അത് അധികാരമാണ്. അതിനുശേഷം ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ ക്യാൻസറിന് മേൽ നീ കരുണയായിരിക്കണം. അവിടെ ക്യാൻസർ സുഖപ്പെടും. ബാക്കി മെഡിസിനും സുഖപ്പെടും. നേരെ മറിച്ച് എൻ്റെ ക്യാൻസർ സുഖപ്പെടുത്തണമേ എന്ന് മാത്രം നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ക്യാൻസർ സുഖപ്പെടില്ല. കാരണം നിനക്ക് നൽകപ്പെട്ട അധികാരത്തെ നീ ഉപയോഗിക്കാതെ ദൈവത്തെ നീ നിൻ്റെ ആവശ്യത്തിലേക്ക് ക്ഷണിക്കാൻ നോക്കിയാൽ ദൈവം വരില്ല. മോശയോട് ദൈവം പറഞ്ഞു, നിൻ്റെ വടിയെടുക്ക്, ചെങ്കടലിന് നേരെ നീ നിൻ്റെ വടി നീട്ട്, അത് വിഭജിക്കപ്പെടട്ടെ. വിഭജിക്കപ്പെട്ട ചെങ്കടലിൻ്റെ പാടിന്നും ആ ചെങ്കടലിൻ്റെ താഴത്ത് ഒരു പ്ലാറ്റ്ഫോം പോലെ ഇങ്ങനെ 2 ഭിത്തി കണക്കെ അതിൻ്റെ താഴത്ത് ഇപ്പോഴും ഉണ്ട്. അവിടെ പോയി വന്നിട്ടാണ് പറയണേ, എൻ്റെ താഴത്ത് ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ടെന്നാണ് പറയണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അന്ന് മോശ വിഭജിച്ച ചെങ്കടൽ വിഭജിക്കപ്പെട്ടപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ചെങ്കടലിനെ വിഭജിച്ചോ? ഇല്ല. നീ വടിയെടുത്ത് നീട്ടി, ചെങ്കടൽ വിഭജിച്ചു. ഇത്രയേ ഉള്ളൂ. അധികാരമെന്ന് പറയുന്നത് ഇതാണ്. ഈ വടി, മോശയുടെ വടി,
സാംസന്റെ മുടി, ദാവീദിൻ്റെ കല്ല്, സോളമൻ്റെ ജ്ഞാനം, ശിഷ്യരുടെ അഭിഷേകം, ഇതെല്ലാം എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യപ്പെട്ട് അവരിൽ വസിക്കുന്ന കൃപകളാണ്. ഹല്ലേലൂയ. അവരത് വെച്ചിട്ടാണ് ദൈവത്തെ കൊടുക്കുന്നത്. ദൈവത്തെ എപ്പോഴും ബുദ്ധിമുട്ടിക്കാൻ ദൈവം സമ്മതിക്കുന്നില്ല. പുറകിൽ ഫറവോയുടെ സൈന്യം നിൽക്കുക, നിലവിളിക്കുക. മോശ എന്തു ചെയ്യും? ഇത്ര ലക്ഷം ജനങ്ങളെ നയിക്കണ്ടേ? നിലവിളിച്ച മോശയോട് പറഞ്ഞു, നിൻ്റെ വടിയെടുക്ക്. കർത്താവ് ചെങ്കടലിൽ വിഭജിക്കപ്പെടട്ടെ, ഈ വടിയെടുക്ക്, ചെങ്കടലിൽ നേരെ നീട്ട് എന്ന് പറയുന്നത് അത്രയും കർത്താവിന് സംസാരിക്കേണ്ട. ചെങ്കടലിൽ വിഭജിക്കപ്പെടട്ടെ, നടന്നോ എന്ന് പറഞ്ഞാൽ മതി. ഈശോയ്ക്ക് കുറച്ച് പറഞ്ഞാൽ മതി. ഈശോ കുറച്ച് പറഞ്ഞില്ല. പകരം അവൻ കൂടുതൽ സംസാരിച്ചു. നിൻ്റെ കയ്യിലെ വടി എവിടെ? വടിയെടുക്ക്, ചെങ്കടലിൽ നേരെ നീട്ട്, കൽപ്പിക്ക്. കൽപ്പിച്ചു, വിഭജിക്കപ്പെട്ടു. പ്രിയപ്പെട്ട ദൈവജനമേ, വടിയെടുക്കണം, അധികാരം കാണിക്കണം, എന്നിട്ട് നിങ്ങൾ കൽപ്പിക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ പ്രവർത്തിക്കുന്ന ഏത് സ്പിരിറ്റിനുമേലും നിങ്ങൾക്ക് കൽപ്പിക്കാൻ പറ്റണം. ഹല്ലേലൂയ. അഭിഷേകത്തോടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ കൽപ്പിക്കാൻ പറ്റണം. തിന്മയുടെ ശക്തികൾക്ക് മേൽ അധികാരത്തോടെ കൽപ്പിക്കാൻ പറ്റണം. യേശുവിൻ്റെ നാമത്തിൽ അധികാരം യൂസ് ചെയ്യണം. നിങ്ങൾ ആ അധികാരം ഉപയോഗിക്കണം. ഒരു ശുശ്രൂഷകനെ പുറകെ നിങ്ങൾ പോകരുത്. വ്യക്തിപൂജ ചെയ്യരുത്. ഏതെങ്കിലും ഒരു ശുശ്രൂഷകനെ കണ്ടുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കരുത്. ഏതെങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തെ കണ്ടിട്ട് നിങ്ങൾ വിശ്വാസം സ്വീകരിക്കരുത്. നിങ്ങൾ വിശ്വാസം സ്വീകരിക്കേണ്ടതും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതും തൃത്വത്തെ മാത്രം കണ്ടിട്ടായിരിക്കണം. വചനത്തിലൂടെ ആയിരിക്കണം, പരിശുദ്ധ അമ്മയിലൂടെ ആയിരിക്കണം, ജപമാലയിലൂടെ ആയിരിക്കണം, പരിശുദ്ധ കുർബാനയിലൂടെ ആയിരിക്കണം. മറ്റൊരു ശുശ്രൂഷകനെയും, ഞാൻ ഉൾപ്പെടുന്ന ഒരു ശുശ്രൂഷകൻ്റെ അഭിഷേകത്തിൽ നിങ്ങൾ കണ്ണു വെച്ചുകൊണ്ട് നിങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കരുത്. നിങ്ങളുടെ വിടുതലിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കരുത്. കാരണം ഏതൊരു ശുശ്രൂഷകനിലും എന്ത് നൽകപ്പെട്ടുവോ അത് നിങ്ങളിലും നൽകപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. ഹല്ലേലൂയ. ഓരോ ശുശ്രൂഷകനെയും കാണാൻ നിങ്ങൾ ടോക്കൺ എടുത്ത് കാത്തിരിക്കേണ്ട ഗതികേട് നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയാത്ത ഗതികെട്ടവരാണ് നിങ്ങൾ. അതുകൊണ്ടാണ് ശുശ്രൂഷകൻ്റെ പുറകിൽ വ്യക്തിപൂജയുമായിട്ട് നമ്മൾ പോകേണ്ടി വരുന്നത്. പ്രിയപ്പെട്ട ദൈവജനമേ, ഒരുവനും ദൈവത്തെക്കാൾ മുകളിലല്ല. ഒരുവനും ദൈവത്തെക്കാൾ മുകളിലല്ല. ദൈവം നിയോഗിച്ചതൊരു ദേശത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ആ ദേശത്തിന് വേണ്ടി ഒരു ശുശ്രൂഷകൻ, അത്രയേ നിങ്ങളും ഞങ്ങൾക്ക് വില തരാൻ പാടുള്ളൂ. അതിൽ കൂടുതലൊരു വിലയും ശുശ്രൂഷകർക്ക് നിങ്ങൾ കൊടുക്കല്ലേ. വില കൊടുക്കേണ്ടത് മുഴുവൻ പരിശുദ്ധ തൃത്വത്തിന് മാത്രമായിരിക്കണം. ഒരു ശുശ്രൂഷകൻ്റെയും ശുശ്രൂഷ ജീവിതത്തെക്കുറിച്ച്, അവൻ്റെ കൃപകളെക്കുറിച്ച് മേന്മ അവനോടും പറയരുത്, മറ്റുള്ളവരോടും പറയരുത്. അത് അവൻ്റെ കൃപയെ തല്ലിക്കെടുത്താൻ പാകത്തിന് അവനിൽ അഹങ്കാരം ജനിപ്പിക്കത്തേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ഒരു ശുശ്രൂഷ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് വന്ന് നിൽക്കുമ്പോൾ പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, വലിയ കാര്യമാണ്, നിങ്ങളിൽ ഈ കൃപയുണ്ടല്ലോ, നല്ലതാ. ഒരിക്കലും പറയരുത്. കാരണം അവനിൽ അഹങ്കാരം ജനിപ്പിക്കാനേ അത് ഇടവരുത്തുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും പാടില്ല. നിങ്ങൾ എത്ര പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് മറ്റൊരാൾ അറിയരുത്. നിങ്ങൾ എത്ര ഉപവസിക്കുന്നു എന്നുള്ളത് മറ്റൊരാൾ അറിയരുത്. നിങ്ങൾ ചെയ്യുന്ന ഒരു ഭക്ത പ്രാർത്ഥനകളും അഭ്യാസങ്ങളും രണ്ടാമതൊരാൾ അറിയാൻ പാടില്ല. ഒരു വ്യക്തി പോലും ഒന്നും അറിയരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഒന്നും പറയരുത്. ഇപ്പം ഞാൻ അഞ്ചെന്നിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഞാൻ ഈ പ്രാർത്ഥന ചെയ്യുന്നുണ്ടെന്ന് വേറൊരാളോട് പറയുമ്പോൾ ഈ പറയുന്നത് കേൾക്കുന്നത് ആ വ്യക്തി മാത്രമല്ല, ആ ചുറ്റുവട്ടത്തായിരിക്കുന്ന സകല അരൂപികളും സാത്താനോടെ ഉണ്ട്. അവർ കേൾക്കുന്നുണ്ട്. അത് മുടക്കാനുള്ള വഴി അവറ്റകൾക്കറിയാം. വരും, തരും, നമ്മൾ മുടക്കുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, ഒരിക്കലും നിങ്ങളുടെ പ്രാർത്ഥനകൾ വെളിപ്പെടുത്തി കൊടുക്കരുത് ആർക്കും. ആരോടും പറയരുത്, ഞാൻ ഇത്ര കൊന്തയിലും ഞാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, എൻ്റെ പ്രാർത്ഥനയിൽ ഇതും കൂടി ഞാൻ ഉൾപ്പെടുത്തി പറയരുത്. ദൈവത്തോടല്ലാതെ മറ്റൊരാളോടും ഒന്നും ഓപ്പൺ ആവരുത്, ഡിസ്ക്ലോസ് ചെയ്യരുത്. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമായ കർത്താവ് ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ നിർത്തി. അവനത് മതിയായിരുന്നു. കാരണം അതിൽ നിന്ന് സകലതും അവന് കിട്ടുമായിരുന്നു. അവന് കിട്ടുമായിരുന്നിടത്താണ് അത് തന്നെ അവൻ പാപത്തിന് വേണ്ടി ഉപയോഗിച്ചത്. സാത്താൻ അവിടെ തന്നെ അവന് പണി കൊടുത്തു എന്നുള്ളതാണ്.
പ്രിയമുള്ളവരെ, ആലോചിച്ചേ, നമ്മളെവിടെയാണ്? അവിടെ തന്നെ സാത്താനും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, 3 ലോകമുണ്ട്. ഈ 3 ലോകത്തെ കാണാൻ പറ്റണം. സാത്താൻ അധിവസിക്കുന്ന ഒരു ലോകം, ഈ ലോകത്തോടൊപ്പം നമ്മളിപ്പോൾ അതിനകത്തു കൂടെയാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഒരു പ്രതലം, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതും ഒന്ന് ട്രാൻസ്പെറൻ്റ് അല്ലാത്തതായിട്ടുള്ളൊരു പ്രതലം. ഞാൻ നിൽക്കുന്ന ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്രതലം എൻ്റെ പ്രാർത്ഥനയുടേതാണ്. ഈ പ്രതലത്തിൽ നിന്ന് എൻ്റെ പ്രാർത്ഥന കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഞാൻ ട്രാൻസ്പെറൻ്റ് അല്ലാത്ത മറ്റൊരു പ്രതലത്തിലേക്ക് ഞാൻ മാറുകയാണ്. അത് ഈവിളാണ്. മറ്റൊരു ലോകത്തിലേക്ക് ഞാൻ പ്രവേശിച്ച് കഴിഞ്ഞു. ആ ലോകത്തിൻ്റെ അധിപതി എന്നെ കൈക്കലാക്കി. അത് ഇവിടെ തന്നെയുണ്ട്, നമ്മളിൽ തന്നെയുണ്ട്. അപ്പോൾ ഞാൻ ആ ലോകത്തിലേക്ക് പ്രവേശിച്ചു. ഈ കാണുന്നത് പോലെ അവിടെയും കുറേ സംഭവങ്ങളുണ്ട്, പറയുന്നില്ല. അവിടെ നിൽക്കുന്നിടത്ത് എൻ്റെ ദൈവം എൻ്റെ ഉള്ളിൽ പ്രേരണ തന്നുകൊണ്ടിരിക്കുക, നീ അവിടെ നിന്ന് പുറത്തു വരണം. അപ്പോൾ അവൻ കൽപ്പിക്കും, ലാസറേ പുറത്തു വാ. ലാസറാകുന്നത് എപ്പോഴാണ്? ലാസറാകുന്നത് പുറത്തു വരുമ്പോഴാണ്. അതിന് അവൻ അകത്തായപ്പോൾ അവൻ ജഡമാണ്. പുറത്തു വാ, ജഡത്തെ പേരിട്ട് വിളിച്ചവനാണ് ക്രിസ്തു. ലാസറേ പുറത്തു വാ. നമ്മൾ ജഡത്തോട് ശവം എന്ന് നമ്മൾ പറയുന്നുള്ളൂ, ബോഡി എന്ന് നമ്മൾ പറയുന്നുള്ളൂ. ക്രിസ്തു വിളിച്ചപ്പോൾ ലാസർ എന്ന് വിളിച്ചു. പുറത്തു വരാൻ പറഞ്ഞു. പുറത്തു വന്നു. ആ ലോകത്തിൽ നിന്ന് വീണ്ടും മറ്റൊരു ലോകത്തിലേക്ക് അവൻ വരിക, ക്രിസ്തുവിൻ്റെ ലോകത്തിലേക്ക്. മർത്ത മറിയം വിശ്വാസത്തിൻ്റെ ലോകത്തിലേക്ക് പ്രവേശിച്ചു. അവർ സ്പിരിച്വലി അപ്ഗ്രേഡഡായി വിശുദ്ധരാക്കപ്പെടും. നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ നിൽക്കുന്ന ലോകം ഏത് ലോകത്തിലാണെന്ന് ചിന്തിക്കുക. നമുക്ക് മനസ്സിലാവും. അതിൽ നിന്ന് അടുത്ത ലോകത്തിലേക്കും പിന്നെ ആ ഉന്നത സ്ഥായിയാകുന്ന സ്പിരിച്വൽ വേൾഡിലേക്കും നമ്മൾ പ്രവേശിക്കേണ്ടിയിരിക്കുന്നു. അതിന് ദൈവം നിങ്ങൾ ഈ ധ്യാനത്തിലൂടെ ദൈവം നിങ്ങളെ തൊടും. അപ്പോൾ ഈ ഉൽപ്പത്തിയിൽ മനുഷ്യൻ്റെ ഇത്രയും കാര്യങ്ങൾ ഞാൻ വായിച്ചത് വിശ്വാസം എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനെ വിശ്വസിച്ചു. മനുഷ്യൻ ദൈവത്തെ വിശ്വസിച്ചു, ആരാധിച്ചു എന്ന് ഉൽപ്പത്തിയിൽ 1-2 അധ്യായങ്ങളിൽ എവിടെയും നമ്മൾ വായിക്കുന്നില്ല. ഹല്ലേലൂയ. ദൈവമാണ് മനുഷ്യനെ വിശ്വസിച്ചത്. ദൈവം മനുഷ്യനെ വിശ്വസിച്ചത് കൊണ്ട് അവന് വേണ്ടി ദൈവം ഏദൻ തോട്ടം കൊടുത്തു, നന്മതിന്മകളെ തിരിച്ചറിയാനുള്ള വൃക്ഷം കൊടുത്തു, നട്ടുപിടിപ്പിച്ചു, അവന് താമസിക്കാനുള്ള ഇടം എല്ലാം കൊടുത്തു. കാരണം എന്താ? ദൈവത്തിന് മനുഷ്യന് വിശ്വാസമുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇത് മനുഷ്യൻ കളഞ്ഞു കുളിച്ചു. ദൈവത്തിന് മനുഷ്യനുണ്ടായിരുന്ന വിശ്വാസത്തെ മനുഷ്യൻ നശിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വന്നപ്പോൾ ദൈവം ഏദനിൽ നിന്ന് അവനെ പുറത്താക്കി കെരൂബുകൾ സ്ഥാപിച്ചു. ഏദന് 4 വശത്തും കെരൂബുകളെ സ്ഥാപിച്ചു. കെരൂബുകളാൽ ഏദൻ സംരക്ഷിക്കപ്പെട്ടു. മനുഷ്യനെ പുറത്താക്കിയിട്ട് കെരൂബുകളെ സ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ കെരൂബ് എന്തിനെതിരെ കറങ്ങുന്നതാ? ആലോചിക്കണം. എന്തിനെതിരെയാണ് കെരൂബുകൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ആലോചിക്കണം. മനുഷ്യനെ കീഴ്പ്പെടുത്തുന്ന അരൂപിക്കെതിരെ കെരൂബുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ കെരൂബുകളുടെ സംരക്ഷണം എടുത്ത് പ്രാർത്ഥിക്കേണ്ടപ്പോഴാണ് ഞാൻ താമസിക്കുന്ന എൻ്റെ ഭവനത്തിൻ്റെ 4 മൂലയിലും പിതാവായ ദൈവമേ, നിൻ്റെ കെരൂബുകളെ നീ സ്ഥാപിക്കണമേ. പ്രാർത്ഥിക്കണം. മനുഷ്യനെ കീഴ്പ്പെടുത്തുന്ന അരൂപികൾ നമ്മുടെ കുടുംബത്തിൽ പ്രവർത്തിക്കത്തില്ല. ഉൽപ്പത്തിയിൽ നിന്ന് നമ്മൾ സംരക്ഷണം എടുത്ത് പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെയാണ്. ഉൽപ്പത്തിയിൽ നിന്ന്, ആദിമ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ ഭവനത്തിന് വേണ്ടി സംരക്ഷണം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, പിതാവായ ദൈവമേ, എൻ്റെ ഭവനമാകുന്ന ഏദൻ തോട്ടത്തിൻ്റെ 4 മൂലയിലും നിൻ്റെ കെരൂബുകളെ നീ സ്ഥാപിക്കണമേ. വീണ്ടും പുതിയ നിയമത്തിലേക്ക് വന്നു. പുത്രനോട് പ്രാർത്ഥിക്കണം, നിൻ്റെ മരണക്കട്ടിലായ വിശുദ്ധ കുരിശ് എൻ്റെ ഭവനത്തിൻ്റെ 4 ദിക്കുകളിൽ നീ സ്ഥാപിക്കണമേ. വീണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ, നിൻ്റെ അഗ്നി വലയം കൊണ്ട് എൻ്റെ ഭവനത്തിന് ചുറ്റും നീ ചുറ്റി വേലി തീർത്ത് സംരക്ഷണമേകണമേ. അപ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഉൽപ്പത്തി, സുവിശേഷം, പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടം, 3 തരത്തിലുള്ള സംരക്ഷണമാണ് നമ്മുടെ ഭവനത്തിന് കിട്ടിക്കഴിയുന്നത്. നമ്മുടെ ഭവനം സംരക്ഷിക്കപ്പെട്ടു, സ്വതന്ത്രമാക്കപ്പെട്ടു. പിന്നീട് നിങ്ങളതിനകത്ത് താമസിക്കുക. എല്ലാ ദിവസവും ഈ 3 തരത്തിലുള്ള സംരക്ഷണം നിങ്ങൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുമെങ്കിൽ, പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളുടെ കുടുംബത്തെ ഭരിക്കുന്ന ഏത് അരൂപിയും ഈ വചനത്താൽ പുറത്താക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഞാൻ
എൻ്റെ കുടുംബത്തിനോട് ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുന്ന. ഞാൻ അതിൻ്റെ അകത്ത് ജപമാല, യേശുവിൻ്റെ തിരുശിരസ്സലം, മുൾമുടി, യേശുവിൻ്റെ തിരുരക്തം ഇതൊക്കെ കൂട്ടിച്ചേർക്കും. മാലാഖമാർ, വിശുദ്ധർ ഒക്കെ കൈകോർത്ത് പിടിക്കുന്നതിൽ അതും കൂട്ടിച്ചേർത്താണ് ഞാൻ എൻ്റെ വീടിന് വേണ്ടി ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടേ കിടക്കുകയുള്ളൂ. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടേ എഴുന്നേറ്റാൽ ആദ്യം അത് ചെയ്യും. ഇത് രണ്ടും ചെയ്യും. എന്നിട്ട് എഴുന്നേൽക്കുകയുള്ളൂ, കിടക്കുകയും ചെയ്യുള്ളൂ. അവസാനം ജപമാലയോടുകൂടെ കട്ടിലേക്ക് പ്രവേശിക്കും. കട്ടിലല്ല, താഴത്തെ കിടക്കണേ. അപ്പോൾ ജപമാല ചൊല്ലിക്കൊണ്ട് കിടന്ന്, അവസാനത്തെ ജപമാലയാണ്. പിന്നെ ഒന്നും എടുക്കത്തില്ല, പിന്നെ സംസാരമില്ല. ഏറ്റവും അവസാനം ജപമാല ചൊല്ലി കിടന്നുറങ്ങും. അമ്മയോടൊത്ത്, അമ്മയുടെ മടിയിൽ ശിരസ് വെക്കണമെങ്കിൽ ജപമാല അവസാനം. എഴുന്നേറ്റാൽ ആദ്യവും ജപമാല തന്നെ ചൊല്ലും. ഇത് രണ്ടും ഒരു ദിവസത്തിൻ്റെ ആരംഭവും അവസാനവും ജപമാലയിലാണ്. എഴുന്നേറ്റാൽ ആദ്യം പല്ലൊന്നും തേക്കില്ല, അവിടെ തന്നെ എഴുന്നേറ്റിരുന്ന് ഒരു കൊന്ത ചൊല്ലിയട്ടെ, അവിടെ നിന്ന് കാലെടുത്ത് പൊക്കോളൂ, അത്രയേ ഉള്ളൂ. അവിടെ തന്നെ ഇരുന്ന് ചൊല്ലും. ഇത് രണ്ടും തുടക്കവും ഒടുക്കവും ഒരു ദിവസത്തിൻ്റേത് പരിശുദ്ധ അമ്മയുടെ ജപമാലയിലാണെങ്കിൽ ആ ജപമാല മണികൾക്കുള്ളിലായിരിക്കും നിങ്ങളുടെ അന്നത്തെ ദിവസം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യാം. ഉച്ചയ്ക്ക് ശേഷം അടുത്ത സെഷൻ ആരംഭിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇപ്പോൾ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി പോവാണ്. കണ്ണടയ്ക്കാം. നമ്മൾ ഇന്ന് മുതൽ കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തെയും അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. വിതച്ചത് മുതൽ വിളമ്പിയത് വരെയുള്ളവരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഇത് ഞങ്ങൾ കഴിക്കുമ്പോൾ ഞങ്ങളിൽ ദൈവസ്നേഹമായിട്ട് നിറയട്ടെ. ഈ ഭക്ഷണം കിട്ടാത്ത എത്രയോ പേര് ഈ ലോകത്തിലുണ്ട്. അവർക്കെല്ലാം ഇത് നീ എത്തിച്ചു കൊടുക്കണമേ. ഞങ്ങൾ ഈ കഴിക്കുന്ന ഭക്ഷണം ഞങ്ങൾക്ക് രോഗത്തിനോ മറ്റസ്വസ്ഥകൾക്ക് കാരണമാവരുതേ. രോഗസൗഖ്യത്തിനുള്ള ദിവ്യ ഔഷധമാക്കി ഇതിനെ നീ മാറ്റണമേ. കർത്താവേ, ഞങ്ങൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങൾ ഇന്ന് കഴിക്കുന്ന ഈ ആലയത്തെയും ഈ കോൺവെൻറ്റിനെയും ഇവിടുത്തെ നടക്കുന്ന എല്ലാ ധ്യാനങ്ങളെയും ഇവിടുത്തെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും നീ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. മേലിലൊരിക്കലും ഒരു രോഗവും വരാതിരിക്കാൻ ഈ ഭക്ഷണം കാരണമാവട്ടെ. ആമേൻ.